ഹായ്. സോ ടുഡേ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോവാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന ചാപ്റ്റർ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് പഠിച്ചു. യൂണിയനും സ്റ്റേറ്റും തമ്മിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ എങ്ങനെയാണ്, സെൻട്രൽ സ്റ്റേറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കവർ ചെയ്തു, റൈറ്റ്? സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഡയമെൻഷൻ ഓഫ് റിലേഷൻ ആയിട്ടുള്ള യൂണിയൻ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് റിലേഷനാണ്. ലീഗൽ അല്ലെങ്കിൽ ലോ മേക്കിംഗ് പവറിൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് പോകുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലും പറഞ്ഞു, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ബേസ്ഡ് ഓൺ ഫെഡറൽ പ്രിൻസിപ്പിൾസ്, അല്ലെ? നമ്മളൊരു ഫെഡറൽ സ്ട്രക്ചറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ ഫെഡറൽ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, വി ഹാവ് എ സ്ട്രോങ് യൂണിയൻ. പ്രത്യേകിച്ച് ഇന്ത്യൻ ഫെഡറൽ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വി ഹാവ് എ സ്ട്രോങ് ആൻഡ് ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയനാണ് നമ്മുടെ. ഓക്കെ, സോ നമുക്ക് സബോർഡിനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ കൂടെ സ്റ്റേറ്റ്സ് ഉണ്ട്. സോ ഫെഡറൽ സ്ട്രക്ചറിൻ്റെ പ്രത്യേകം നമുക്കറിയാം, ഇൻഡിപെൻഡൻസ് കൊടുക്കണം സ്റ്റേറ്റ്സിന്. സോ സ്റ്റേറ്റ്സിന് ആ പറയുന്ന ഇൻഡിപെൻഡൻസ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഫെഡറൽ സ്ട്രക്ചറിൽ ചെയ്തിരിക്കുന്ന കാര്യമാണ് വി ഹാവ് ഡിസ്ട്രിബ്യൂട്ടഡ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ടു ദം. ഓക്കെ, നമ്മൾ സ്റ്റേറ്റ്സിന് ലെജിസ്ലേറ്റീവ് പവേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു പവർ കൊടുത്ത് നമ്മുടെ നേഷൻ്റെ ടോട്ടൽ ആ ഒരു ഗോളിലേക്ക് എല്ലാ സ്റ്റേറ്റ്സും അവരുടെ ഗോൾസ് അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ നേഷൻ മുന്നോട്ട് പോകുന്നത്. യൂണിയൻ്റെ ഗോൾസിനോട് ഒത്തുചേർന്ന് പോകുന്ന രീതിയിൽ സ്റ്റേറ്റിൻ്റേതായിട്ടുള്ള ഗോൾസും. ഓക്കെ, സോ ആ ഒരു രീതിയിലാണ് നമ്മുടെ നേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഫെഡറൽ സ്ട്രക്ചർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ അതിനായിട്ട് ഈ പറയുന്ന പവേഴ്സ്, ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്കറിയാം 3-fold ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് പവേഴ്സാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, 3-fold ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം, ദാറ്റ് ഇസ് ദ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. ഇങ്ങനെ 3 രീതിയിൽ ആണ് നമുക്ക് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ദ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ലെജിസ്ലേറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്സ് are available in a concise manner from Article 245 to 255. സോ യൂണിയൻ സ്റ്റേറ്റിൻ്റെ ലെജിസ്ലേറ്റീവ് റിലേഷൻസിനെ കുറിച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആർട്ടിക്കിൾസ് 245 to 255 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. ഓക്കെ, however some other related matters are contained in articles scattered over the constitution. നമ്മൾ 245 to 255 എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ പറയുന്ന സെൻറ്റർ സ്റ്റേറ്റ് റിലേഷനെ പറ്റിയിട്ട്, ലെജിസ്ലേറ്റീവ് റിലേഷനെ പറ്റിയിട്ട്. പക്ഷേ എന്നാലും അതല്ലാണ്ടും കോൺസ്റ്റിറ്റ്യൂഷനിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്കാറ്റേർഡ് ആയിട്ടും കുറേ പ്രൊവിഷൻസ് കിടക്കുന്നുണ്ട്. സോ നമ്മൾ ലെജിസ്ലേറ്റീവ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്നാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആൻഡ് അതിലൂടെ എങ്ങനെയാണ് ലെജിസ്ലേറ്റീവ് റിലേഷൻ മുന്നോട്ട് പോകുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മുടെ ലെജിസ്ലേറ്റീവ് പവേഴ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾ 245 ആൻഡ് 246 ആണ്. സോ നമുക്ക് ആദ്യം 245 എന്താണെന്ന് നോക്കാം. സോ ആർട്ടിക്കിൾ 245 says that Parliament can make laws for the whole or any part of the territory of India, and the legislature of a state can make laws for the whole or any part of the state. നമുക്ക് വായിക്കുന്നതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, അതായത് പാർലമെൻറ്റിന് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ടെറിട്ടറി മൊത്തത്തിലോ അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ടെറിട്ടറിയിൽ പെടുന്ന സ്ഥലത്തിൻ്റെ ഏതെങ്കിലും ഒരു കുഞ്ഞു ഭാഗത്തിനായിട്ടോ, either for whole of the territory അല്ലെങ്കിൽ a small part of the territory, മൊത്തത്തിലോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു ഭാഗത്തേക്കോ ആയിട്ടോ പാർലമെൻറ്റിന് ലോസ് ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള റൈറ്റ്സും പവേഴ്സും ഉണ്ട്. ഓക്കെ, ആൻഡ് ഒരു സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിലോ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ക്യാൻ മേക്ക് ലോസ് ഫോർ ഹോൾ ഓർ എനി പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ്. ഇന്ത്യ മൊത്തമല്ല, അവർ ഏത് സ്റ്റേറ്റിൻ്റെ ലെജിസ്ലേച്ചർ ആണോ ആ പർട്ടിക്കുലർ സ്റ്റേറ്റിന് മൊത്തത്തിലായിട്ടോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിൻ്റെ കുഞ്ഞു ഭാഗത്തേക്കായിട്ടോ ലോസ് ഉണ്ടാക്കാനായിട്ടുള്ള പവേഴ്സ് ആർക്കുണ്ട്? സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 245. അതായത് പാർലമെൻറ്റിന് ഒന്നെങ്കിൽ ഇന്ത്യ മൊത്തത്തിൽ ഒരു നിയമം ഉണ്ടാക്കിയിറക്കാം. ഫോർ എക്സാമ്പിൾ, നാളെ തൊട്ട് ലിക്കർ നിരോധിച്ചിരിക്കുകയാണ് എന്നൊരു റൂളാണ് പാർലമെൻറ്റ് ഇറക്കാൻ പോകുന്നതെന്ന് വിചാരിക്കുക. സോ പാർലമെൻറ്റ് ക്യാൻ എയ്തർ പാസ് ഇറ്റ് ഫോർ ഹോൾ ഓഫ് ഇന്ത്യ, ഓക്കെ, മൊത്തത്തിലായിട്ട്, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലേക്ക് മാത്രം. അവിടെ ഇപ്പോൾ കുറച്ച് ലിക്കർ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂടി വരികയാണെങ്കിൽ ലിക്കർ ഇസ് ബാൻഡ് ഓൺലി ഫോർ ദ നോർത്തേൺ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഏരിയ പറഞ്ഞിട്ട് നമുക്ക് പാർലമെൻറ്റിന് ലോ പാസ്സാക്കാം. അറ്റ് ദ ടൈം സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരള ഗവൺമെൻറ് ആണെങ്കിൽ ഏതർ കേരള ഗവൺമെൻറ്റിന് കേരളം ഫുള്ള് ലിക്കർ ബാൻ ചെയ്യാം, ഓറൽസ് പറയാച്ചാൽ നമുക്ക് ട്രിവാൻഡ്രത്ത് മാത്രം
പറയുന്ന ലിക്കർ, അല്ലെങ്കിൽ എറണാകുളത്ത് മാത്രം, അല്ലെങ്കിൽ തൃശ്ശൂർ മാത്രം ഈ പറയുന്ന ലിക്കർ ബാൻ ചെയ്യുന്നു, അങ്ങനെ ഒരു ചെറിയ പാർട്ടിലേക്ക് ലോ ഇറക്കാം. സോ ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 245. ഓക്കെ. ആൻഡ് ആർട്ടിക്കിൾ 246 കറക്റ്റായിട്ട് എന്തിൻ്റെ പുറത്താണ് ഈ പറയുന്ന പാർലമെൻറ്റിനും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും ലോ ഉണ്ടാക്കാൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ. സോ ആർട്ടിക്കിൾ 246, through a system of lists, namely union list, state list and concurrent list, divides powers between the center and states. Okay. However, the state legislature can delegate its powers of framing legislation to union under special circumstances. Okay. So article 246 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റം ഓഫ് ലിസ്റ്റിൻ്റെ രൂപത്തിലാണ് നമ്മുടെ സെൻറ്ററും സ്റ്റേറ്റും തമ്മിലുള്ള പവേഴ്സ് ഡിവൈഡ് ചെയ്യുന്നത്. ഏതാണ് ലിസ്റ്റ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്ന 3-fold ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ അകത്ത് യൂണിയൻ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ലോസിന് ആർക്കാണ് റൈറ്റ് ഉള്ളത്? സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമാണ് ലോസ് ഉണ്ടാക്കാൻ റൈറ്റ് ഉള്ളത്. ഓക്കെ. സോ യൂണിയൻ ലിസ്റ്റിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഡിഫെൻസ് വരും, അറ്റോമിക് എനർജി, ഫോറിൻ അഫയേഴ്സ്, പിന്നെ വാർ, പീസ്, സിറ്റിസൺഷിപ്പ്, പിന്നെ റെയിൽവേ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു റെയിൽവേ, പിന്നെ ഇൻകം ടാക്സ്, എക്സൈസ്, ഈ വക കാര്യങ്ങൾക്കെല്ലാം ഇതെല്ലാം നാഷണൽ ഇമ്പോർട്ടൻസ് വരുന്ന കാര്യങ്ങളാണ്. അതായത് ഒരു കുഞ്ഞു ഡിസിഷൻ എടുത്താൽ അത് ദ ഹോൾ ഓഫ് ഇന്ത്യനെ അഫക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മാറ്റേഴ്സാണ് ഇതെല്ലാം. സോ അങ്ങനത്തെ ദ ഹോൾ ഓഫ് ഇന്ത്യനെ അഫക്റ്റ് ചെയ്യുന്ന മാറ്റേഴ്സ് എല്ലാം നമ്മൾ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? യൂണിയൻ ലിസ്റ്റിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ആൻഡ് ദ പാർലമെൻറ്റ് ഹാസ് ദ എക്സ്ക്ലൂസീവ് അതോറിറ്റി. ഓക്കെ. എക്സ്ക്ലൂസീവ് അതോറിറ്റി പാർലമെൻറ്റിനാണ് ആ പറയുന്ന ലിസ്റ്റിലുള്ള കാര്യങ്ങൾക്കുള്ള ലോസ് ഉണ്ടാക്കാനായിട്ട്, ലോസ് ഫോർമുലേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ. ആൻഡ് സ്റ്റേറ്റ് ലിസ്റ്റ് വരുമ്പോൾ എന്താണ്? സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങൾ ലോസ് ഉണ്ടാക്കാനായിട്ടുള്ള എക്സ്ക്ലൂസീവ് എന്ന് നമ്മൾ പറയുന്നില്ല. ഓക്കെ. റൈറ്റ്സ് ആർക്കുണ്ട്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുണ്ട്. പക്ഷേ ഈ പറയുന്ന എക്സ്ക്ലൂസീവ് എന്ന വാക്ക് യൂസ് ചെയ്യാതിരിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യം, സ്റ്റേറ്റ് ലിസ്റ്റിൽ എന്തൊക്കെയുണ്ട്? ഫോർ എക്സാമ്പിൾ പബ്ലിക് ഓർഡർ, പോലീസ്, ലോക്കൽ ഗവൺമെൻറ്, പബ്ലിക് ഹെൽത്ത്, അഗ്രികൾച്ചർ, ഈ വക കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. സോ ജസ്റ്റ് ഒന്ന് റിലേറ്റ് ചെയ്താൽ മതി. അതായത് നമ്മൾ ബ്രിട്ടീഷ് ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഡയാർക്കി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ സെൻട്രലിൽ ഇരുന്നിട്ട് വൈസ്രോയ് ഭരിച്ചിരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു, ഇതുപോലെ മിലിറ്ററി കാര്യങ്ങളൊക്കെ. എന്നാൽ ജനങ്ങളെ ബാധിക്കുന്ന ബ്രിട്ടീഷുകാർക്ക് വലിയ ഗുണമില്ലാത്ത കാര്യങ്ങളാണ് അവർ പ്രൊവിൻഷ്യൽ ഓട്ടോണമിയിലേക്ക് കൊടുത്തത്. അവർക്ക് പണിയാണെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ അവർ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിന് കൊടുത്തു, അല്ലെങ്കിൽ ആ ഡിസ്ട്രിക്ട് ലെവൽ ഓഫ് ഗവൺമെൻറ്റിലേക്ക് കൊടുത്തു. അതുപോലെ തന്നെ സോ ആ ഒരു ലോജിക്ക് വെച്ച്, ലൈക്ക് ഇപ്പോൾ ഒരു ടോപ്പിക്, ഒരു ഐറ്റം തന്നിട്ട് ഇത് ഏത് ലിസ്റ്റിലാണ് വരുന്നതെന്ന് നമുക്ക് ഗെസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഈ പറയുന്ന ഒരു തിയറി യൂസ് ചെയ്താൽ മതി. അതായത് ബ്രിട്ടീഷുകാർ എന്താ നോക്കുക? പൈസ, പവർ, മണി ആൻഡ് പവർ വരുന്ന കാര്യങ്ങളാണെങ്കിൽ ദാറ്റ് വിൽ most probably be something in union list. Okay. Atomic energy, military, everything. Okay. Income tax, everything. പക്ഷേ വെൽഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള ആ നാട്ടിലെ ജനങ്ങൾക്ക് നല്ലത് കിട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ ഓഫ് കോഴ്സ് അത് ആരുടെ കീഴിലാണ് വരിക? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരിക. അഗ്രികൾച്ചർ, പിന്നെ പബ്ലിക് ഓർഡർ, പോലീസ്, ലോക്കൽ ഗവൺമെൻറ്, പബ്ലിക് ഹെൽത്ത്, ഇതെല്ലാം വെൽഫെയർ റിലേറ്റഡ് ആണ്. സോ ഇതെല്ലാം എന്തിലാണ് വരിക? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരിക. ഓക്കെ. ഇനി എക്സ്ക്ലൂസീവ് എന്ന വേർഡ് യൂസ് ചെയ്യാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ദർ ഇസ് എ സിറ്റുവേഷൻ വെൻ അറൈസസ് ദാറ്റ് ആ പെർട്ടിക്കുലർ മാറ്റർ നാഷണൽ ഇമ്പോർട്ടൻസിൽ വരികയാണ്. ഫോർ എക്സാമ്പിൾ പബ്ലിക് ഹെൽത്ത്, അല്ലെങ്കിൽ ഓക്കെ ലോ ആൻഡ് ഓർഡർ നമുക്കറിയാം ഒരു സ്റ്റേറ്റ് ലിസ്റ്റാണ്. ഓക്കെ. ലോ ആൻഡ് ഓർഡർ, പബ്ലിക് ഓർഡർ ഒരു സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട കാര്യമാണ്. ഓക്കെ. ഇപ്പോൾ പെട്ടെന്നൊരു സിറ്റുവേഷൻ വരികയാണ്, എന്താ പറയുക, ലൈക്ക് പ്രൈം മിനിസ്റ്റർ എന്തെങ്കിലും ഒരു ഇഷ്യൂ പെട്ടിട്ട് സിറ്റുവേഷൻ അറൈസസ് വെർ ദ മോബ് ഗെറ്റ്സ് വെരി മച്ച് ആംഗ്രി, എല്ലാവരും റോട്ടിൽ ഇറങ്ങിയിട്ട് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ തല്ലിപ്പൊളിക്കുന്ന ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനിലേക്ക് വന്നു എന്ന് വിചാരിക്കുക. ഓക്കെ. സോ ആ സമയത്ത് ഇന്ത്യ ഒട്ടാകെ സർക്കാരിനോടുള്ള ദേഷ്യം കൊണ്ട് എല്ലാവരും സർക്കാർ സ്ഥാപനങ്ങൾ നശിപ്പിക്കാൻ ഇറങ്ങാമെന്ന് വിചാരിക്കാം. അപ്പോൾ പബ്ലിക് ഓർഡർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു ടോപ്പിക്കാണ്. പക്ഷേ സ്റ്റിൽ നമ്മുടെ പാർലമെൻറ്റിന് അവിടെ ഇറങ്ങിയിട്ട് ലോ പാസ്സാക്കാൻ സാധിക്കും. വൈ? ബിക്കോസ് അതൊരു നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ്. ഫോർ എക്സാമ്പിൾ കേരളത്തിലും തമിഴ്നാട്ടിലെ എല്ലാവിധ ഗവൺമെൻറ് സ്ഥാപനങ്ങളും തല്ലി പൊട്ടിച്ചു എന്ന് വിചാരിക്കാം.
സോ അടുത്തുള്ള ഗവൺമെൻറ് അല്ലെങ്കിൽ അടുത്തുള്ള സ്റ്റേറ്റ് നോക്കുമ്പോൾ ഓക്കെ അവിടുത്തെ എല്ലാ അവർ പൊട്ടിച്ചു, അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ പൊട്ടിക്കാനുള്ള ലൈസൻസ് ആയി ആ ഒരു ലൈക്ക് ഒരു മോട്ടിവേഷൻ പോലെ വരും. സോ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമായിട്ട് എടുത്ത് പാർലമെൻറ്റിന് അതിൻ്റെ പുറത്ത് ലോ പാസ്സാക്കാൻ സാധിക്കും. ഇഫ് ഇറ്റ് ഈസ് ഫോർ നാഷണൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കോമൺ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് ഇടപെടാൻ പറ്റത്തില്ല. ഓക്കെ, സ്റ്റേറ്റിന് മാത്രമേ പറ്റത്തുള്ളൂ. ബട്ട് സ്റ്റിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുവാണെങ്കിൽ, ഇനി ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്ന് ഒരു സ്റ്റേറ്റ് ലിസ്റ്റിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ യൂണിയന് ലോ പാസ്സാക്കണമെങ്കിൽ രാജ്യസഭ അത് സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കണം. ഓക്കെ, രാജ്യസഭ പാസ്സാക്കിയാൽ മാത്രമേ ഈ പറയുന്ന സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങൾക്ക് പാർലമെൻറ്റിന് ലോ പാസ്സാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ് ലിസ്റ്റ്. ആൻഡ് ഓഫ് കോഴ്സ് നമുക്കറിയാം കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റും സെൻറ്ററിനും ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു ലിസ്റ്റാണ്. അതായത് ആർക്കാണ് ഇപ്പോൾ ആ സമയത്ത് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നത് അവരെടുക്കുക. ഓക്കെ, ആൻഡ് ഇഫ് ദ ഡിസിഷൻ ടേക്കൺ ബൈ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇസ് സ്ട്രെയിറ്റ് ഓപ്പോസിറ്റ് ഫോർ. ഓക്കെ, ഇപ്പോൾ എന്തൊരു കാര്യം ലിക്കർ ബാൻ ചെയ്യണോ വേണ്ടോ എന്നുള്ള സിറ്റുവേഷനാണെന്ന് വിചാരിക്കാം. സോ സെൻട്രൽ ഗവൺമെൻറ് പറയാണ് ബാൻ ചെയ്യേണ്ട, സ്റ്റേറ്റ് ഗവൺമെൻറ് പറയാണ് ബാൻ ചെയ്യണം. സോ അവിടെ ഓപ്പോസിറ്റ് ടൈപ്പ് ഓഫ് ഡിസിഷൻസ് ആണ് രണ്ടുപേരും എടുത്തത്. സോ ദർ ഇസ് എ ക്ലാഷ് ബിറ്റ്വീൻ ദ ടു ഡിസിഷൻസ്. അങ്ങനെയാണെങ്കിൽ ദ ഡിസിഷൻ ഓഫ് പാർലമെൻറ്റ് വിൽ പ്രിവെയിൽ. ഓക്കെ, എങ്ങനെ വന്നാലും സെൻറ്ററിൻ്റെ ഡിസിഷൻ ആയിരിക്കും നിലനിൽക്കത്തുള്ളൂ, സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിസിഷൻ തള്ളിപ്പോവും. അതാണ് കൺകറൻറ്റ് ലിസ്റ്റ്. സോ ഇങ്ങനെ 3 ലിസ്റ്റിലൂടെയാണ് നമ്മുടെ ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, so however the state legislature can delegate its powers of framing legislation to union under special circumstances. അതായത് ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അതായത് ഗവർണറിന് തോന്നുകയാണ് ഇപ്പോൾ ഇവിടുത്തെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് ഭരിക്കാനായിട്ടുള്ള ഒരു പ്രാപ്തി ഇല്ല എങ്കിൽ നമുക്ക് സെൻറ്ററിനോട് ഭരിക്കാൻ പറയാം. പക്ഷെ അത് എമർജൻസിയുടെ ടൈമിലാണെന്ന് നമ്മൾ പറഞ്ഞു. എമർജൻസി അല്ലായിരിക്കുന്ന സമയത്ത് പോലും ഇഫ് ദ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് തന്നെ പറയാം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ലിസ്റ്റ്, സ്റ്റേറ്റ് ഇപ്പോൾ പറയുന്ന സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മാറ്റർ, ഫോർ എക്സാമ്പിൾ പബ്ലിക് ഓർഡർ, അപ്പോൾ അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് എടുക്കുകയെന്ന് വിചാരിക്കുക. സോ കോവിഡ് വന്ന സമയത്ത് പബ്ലിക് ഹെൽത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അത് എന്താ പറയുക നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ക്യാൻ ആസ്ക് ദ പാർലമെൻറ്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ടു ടേക്ക് ഓവർ ദ പബ്ലിക് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, പബ്ലിക് ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ടുള്ള പവേഴ്സ് സെൻട്രൽ ഗവൺമെൻറ്റിനോട് എടുക്കാനായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് റിക്വസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് ആ പവർ അങ്ങോട്ടേക്ക് കൊടുക്കാൻ പറ്റും സ്പെഷ്യൽ സർക്കംസ്റ്റൻസസിൽ മാത്രം. ഓക്കെ, സോ ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 246. സോ ആർട്ടിക്കിൾ 245 നമ്മൾ പാർലമെൻറ്റിന് ഹോൾ ഓഫ് ഇന്ത്യ ഓർ എനി പാർട്ട് ഓഫ് ഇന്ത്യയുടെ പുറത്ത് ലോസ് ഉണ്ടാക്കാമെന്നും സ്റ്റേറ്റിന് ഹോൾ ഓഫ് സ്റ്റേറ്റ് ഓർ എനി പാർട്ട് ഓഫ് സ്റ്റേറ്റിൽ ലോസ് ഉണ്ടാക്കാമെന്നുള്ള ആ ഒരു പവറിനെ പറ്റിയിട്ടാണ് ആർട്ടിക്കിൾ 245 പറയുന്നത്. 246 ലിസ്റ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. 3 ലിസ്റ്റിലൂടെയാണ് നമ്മൾ പവേഴ്സ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്നാണ് 246 പറയുന്നത്. ഓക്കെ, സോ ആർട്ടിക്കിൾ 249 പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, സ്റ്റേറ്റ് ലിസ്റ്റിൽ പാർലമെൻറ്റ് ലോ ഉണ്ടാക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ അത് എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞു. ലൈക്ക് രാജ്യസഭ അത് ആ ഒരു മോഷൻ പാസ്സാക്കിയാൽ മാത്രമേ നമുക്ക് പാർലമെൻറ്റിന് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു മാറ്ററിനെ പറ്റിയിട്ട് ലോ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അതാണ് ആർട്ടിക്കിൾ 249 പറയണത്. ഇഫ് സച്ച് ലെജിസ്ലേഷൻ ഇസ് ഇൻ നാഷണൽ ഇൻട്രസ്റ്റ് എന്ന് പാസ്സാക്കേണ്ടത് ഇറ്റ്സ് ദ രാജ്യസഭ. സോ രാജ്യസഭ ക്യാൻ റെക്കമെൻഡ് വിത്ത് 2/3 മെജോറിറ്റി ദാറ്റ് സച്ച് ലെജിസ്ലേഷൻ ഇസ് ഇൻ നാഷണൽ ഇൻട്രസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ കിടക്കുന്ന ഒരു കാര്യം നാഷണൽ ഇൻട്രസ്റ്റിലുള്ള ഒരു കാര്യമാണെന്ന് രാജ്യസഭ 2/3 മെജോറിറ്റിയിൽ പാസ്സാക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 249. ഓക്കെ, ആൻഡ് ആർട്ടിക്കിൾ 252 says 2 or more states can mutually agree that such legislation should be made for them. ഇതും ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ, ഫോർ എക്സാമ്പിൾ ഇഫ് പബ്ലിക് ഹെൽത്തിൻ്റെ കാര്യം ആ സ്റ്റേറ്റിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത് നമുക്ക് പാർലമെൻറ്റിനോട് അത് ഏറ്റെടുക്കാനായിട്ട് പറയാം, ആ ലെജിസ്ലേഷൻ ഏറ്റെടുക്കാനായിട്ട് പറയാം. അത് ഒരു സ്റ്റേറ്റിനോ അല്ലെങ്കിൽ 2 or more states മ്യൂച്വലി എഗ്രി ചെയ്തിട്ട്, ഇപ്പോൾ കേരള, തമിഴ്നാട്, കർണാടക ഈ റീജിയനിലാണ് ഒരു നിപ്പ വന്നത്. ഓക്കെ, അപ്പോൾ നിപ്പ കേരള, തമിഴ്നാട്, കർണാടക ഈ 3 സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു എന്ന് വിചാരിക്കുക. സോ ഈ 3 സ്റ്റേറ്റ്സിനും കൂടെ ഒരുമിച്ച് മ്യൂച്വൽ എഗ്രിമെൻറ്റിൻ്റെ പുറത്തിട്ട് പോയിട്ട് പാർലമെൻറ്റിനോട് പറയാം, ഞങ്ങളുടെ 3 സ്റ്റേറ്റ്സിൽ പബ്ലിക് ഹെൽത്തിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കാനായിട്ട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 252. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യത്തിനോട് കണക്ട് ചെയ്തിട്ടാണ് 249ഉം 252ഉം കിടക്കുന്നത്. ഓക്കെ, ആൻഡ് 253, ആർട്ടിക്കിൾ 253 says in order to implement treaties or international agreements or connections. ഓക്കെ, സോ എന്തെങ്കിലും ഒരു ഇൻ്റർനാഷണൽ ട്രീറ്റി ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്കറിയാം
ബംഗ്ലാദേശ് നമ്മുടെ ഒരു നെയ്ബറിങ് കൺട്രിയാണ്. ഓക്കെ, സോ ബംഗ്ലാദേശിൻ്റെ അടുത്ത് കിടക്കുന്നതാണ് വെസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ ആസാം, അങ്ങനെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്. സോ ആ ബംഗ്ലാദേശും ഇന്ത്യയുമായിട്ട് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ട്രീറ്റി ഉണ്ടാവുകയെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, അതിൻ്റെ തൊട്ടടുത്തേക്കൂടെ പോകുന്ന സ്റ്റേറ്റിൻ്റെ തൊട്ടടുത്തേക്കൂടെ പോകുന്ന ഏതെങ്കിലും ഒരു വാട്ടർ ബോഡി ഉണ്ടെങ്കിൽ ആ വാട്ടർ ബോഡിയിൽ ഒരു റിക്രിയേഷൻ ചെയ്യാനായിട്ടുള്ള റൈറ്റ്സ് കൊടുക്കാം, അങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഒരു റിക്രിയേഷൻ അല്ലെങ്കിൽ വാട്ടർ എടുക്കാനായിട്ടുള്ള ഒരു റൈറ്റ്, ഒരു ട്രീറ്റി ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ട്, തൊട്ടടുത്ത് വരുന്ന വാട്ടർ ബോഡിയിൽ നിന്ന് മാത്രം. സോ ബംഗ്ലാദേശിനോട് ഏറ്റവും തൊട്ടടുത്ത് കിടക്കുന്ന ഏതെങ്കിലും ഒരു വാട്ടർ ബോഡി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എടുക്കുക ആസാം എടുക്കുക. സോ ആസാമിൽ വാട്ടർ ബോഡീസിൽ നിന്ന് വാട്ടർ ബോഡീനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ലീഗൽ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് പവേഴ്സും ആർക്ക് പോകും? നമ്മുടെ പാർലമെൻറ്റിലേക്ക് പോകും. ബിക്കോസ് ദാറ്റ് പെർട്ടിക്കുലർ വാട്ടർ ബോഡി ഓഫ് ആസാം ഈസ് റിലേറ്റഡ് ടു എ ട്രീറ്റി ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. അങ്ങനെ ഏതെങ്കിലും ഒരു ട്രീറ്റി ഏതെങ്കിലും കൺട്രീസുമായിട്ട് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രീറ്റീസോ എഗ്രിമെൻറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ വരികയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സംഭവം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. സോ ആ സ്റ്റേറ്റിൽ ആ പെർട്ടിക്കുലർ മാറ്ററിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിൻ്റെ ലീഡ് ആരെടുക്കും? പാർലമെൻറ്റ് എടുക്കും. ജസ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് റിലേറ്റഡ് ഓർ കണക്റ്റഡ് ടു എ ട്രീറ്റി, ഓക്കെ, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ്. സോ ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 253. ഇനി ആർട്ടിക്കിൾ ഇത് ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യമില്ല, സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങൾ എപ്പോഴാണ് പാർലമെൻറ്റ് എടുക്കുന്നതെന്ന് കേട്ടോ. ആർട്ടിക്കിൾ 249, ആർട്ടിക്കിൾ 252, ആർട്ടിക്കിൾ 253, പിന്നെ ആർട്ടിക്കിൾ 250 എപ്പോഴാണ് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങൾ പാർലമെൻറ്റ് കയ്യിലെടുക്കുന്നതെന്നാണ് പറയുന്നത്. രാജ്യസഭ റെക്കമെൻഡ് ചെയ്യാണ് നാഷണൽ ഇൻട്രസ്റ്റിൻ്റെ പുറത്തുള്ള കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റേറ്റ് പറയുകയാണ്, അങ്ങോട്ട് പറയുകയാണ് ഇതിൽ നിങ്ങൾ ഭരിച്ചോ എന്ന ഒരു പെർട്ടിക്കുലർ മാറ്റർ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ മാറ്റർ ഏതെങ്കിലും ഒരു ഇൻ്റർനാഷണൽ ട്രീറ്റിയിലോ എഗ്രിമെൻറ്റിലോ പെടുന്ന ഒരു കാര്യമാണെങ്കിൽ, ഓക്കെ. And Article 250, it's of course a national emergency. Okay. So Article 250, during national emergency, the Parliament acquires the authority to make laws on all the subjects mentioned in the state list. However, all such laws made by the Parliament become ineffective 6 months after the proclamation of emergency ceases to operate. Okay. സോ ആർട്ടിക്കിൾ 250 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലി പ്രത്യേകിച്ച് ഒന്നും പാസ്സാക്കേണ്ട ആവശ്യമില്ല. ലൈക്ക് ഈ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ ഇനി തൊട്ട് പാർലമെൻറ്റിന് അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ട് മോഷൻ പാസ്സാക്കി സ്പെഷ്യൽ മെജോറിറ്റി, സിമ്പിൾ മെജോറിറ്റി, അങ്ങനെ ഒരു മെജോറിറ്റിയിൽ ഒരു തേങ്ങയും പാസ്സാക്കണ്ട. നാച്ചുറലി ഇറ്റ്സ് ബൈ ലോ നാഷണൽ എമർജൻസി പാസ്സായ ഫ്രം ദാറ്റ് മൊമെൻറ്റ് പാർലമെൻറ്റിന് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള എല്ലാ സബ്ജക്ട്സിൻ്റെ പുറത്തിട്ടുള്ള തീരുമാനങ്ങളും ലോസും എടുക്കാനായിട്ടുള്ള അതോറിറ്റി കിട്ടുന്നു. പക്ഷേ എമർജൻസി വിത്ഡ്രോ ചെയ്തെന്ന് വിചാരിക്കുക. ഓക്കെ, എമർജൻസി വിത്ഡ്രോ ചെയ്ത്, അതായത് എമർജൻസി വിത്ഡ്രോ ചെയ്ത് ഇൻഎഫക്റ്റീവ് ആവും എന്ത് ഈ പറഞ്ഞ ഡിസൈഡ് ചെയ്ത ലോ. ഓക്കെ, ഓൾ സച്ച് ലോസ് മെയ്ഡ് ബൈ പാർലമെൻറ്റ് ബിക്കം ഇൻഎഫക്റ്റീവ് 6 months after the proclamation of emergency ceases to operate. അതായത് എമർജൻസി നിർത്തിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത 6 മാസത്തിനുള്ളിൽ ഈ പറയുന്ന നിയമങ്ങൾ, ഇങ്ങനെ പാർലമെൻറ്റ് എടുത്ത നിയമങ്ങൾ ഇല്ലാതാവും, അൺലെസ് ആ നിയമം സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ റാറ്റിഫൈ ചെയ്തു. ഓക്കെ, 6 മാസത്തിന് മുമ്പ്, 6 മാസം പ്രൊക്ലമേഷൻ അവസാനിച്ചത് ഇന്നാണെങ്കിൽ ഇന്നേക്ക് 6 മാസത്തിന് മുന്നേ ഇത് എമർജൻസി കഴിഞ്ഞ് വരുന്ന ഗവൺമെൻറ്, തിരിച്ച് വരുന്ന ഗവൺമെൻറ് ആ ലോ ശരിയാക്കി ഞങ്ങൾ പാസ്സാക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് എഗ്രി ചെയ്ത് അല്ലെങ്കിൽ പാസ്സാക്കിയില്ല എങ്കിൽ ആ പാർലമെൻറ്റ് ഉണ്ടാക്കിയ ലോ ഇല്ലാതാവും. 6 മാസം കഴിയുമ്പോൾ സംഭവം ഇല്ലാതാവും. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അത് പാസ്സാക്കി കഴിഞ്ഞാൽ അത് നിലനിൽക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 250. നെക്സ്റ്റ് ഇസ് ആർട്ടിക്കിൾ 356. ആർട്ടിക്കിൾ 356 നമ്മൾ ഇന്നലെയും ഡിസ്കസ് ചെയ്തൊരു ആർട്ടിക്കിളായിരുന്നു. ദാറ്റ് ഇസ് ഡ്യൂറിങ് ദ പ്രസിഡൻറ്റ് റൂൾ, ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ക്യാൻ അതോറൈസ് പാർലമെൻറ്റ് ടു എക്സസൈസ് ദ പവേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഓൾ സച്ച് ലോസ് ഓൾസോ സീസസ് ടു ഓപ്പറേറ്റ് വിത്തിൻ 6 months ആഫ്റ്റർ ദ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി കം ടു എൻ എൻഡ്. സെയിം സാധനം, മറ്റേത് നാഷണൽ എമർജൻസി, ഇത് സ്റ്റേറ്റ് എമർജൻസി, അത്രയും ഡിഫറൻസേ ഉള്ളൂ. ഓക്കെ, സ്റ്റേറ്റ് എമർജൻസി ആയാലും സ്റ്റേറ്റിൽ എല്ലാവിധ പവേഴ്സ്, ലെജിസ്ലേറ്റീവ് പവേഴ്സും ആരുടെ കയ്യിലേക്ക് പോകും? പ്രസിഡൻറ്റിൻ്റെ കയ്യിലേക്ക് പോകും. പ്രസിഡൻറ്റിൻ്റെ കയ്യിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ ആരുടെ കയ്യിലേക്ക് പോവുക? പാർലമെൻറ്റിൻ്റെ കയ്യിലേക്ക് പോവുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾസോ ഓവർ. ഇനി നമ്മൾ 2-3 കേസ് ലോസ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ചും കൂടെയും പവേഴ്സ് ഉണ്ട് പാർലമെൻറ്റിനെന്ന് കാണിക്കുന്ന 2-3 കേസ് ലോസും കൂടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് കേസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താർ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. ഓക്കെ,
കർത്തർ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്, പിന്നെ യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് HS ദിലൻസ് കേസ്. ഈ 2 കേസും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ AP, അതായത് അരുണാചൽ പ്രദേശ് വേഴ്സസ് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ലിമിറ്റഡ്, ഓക്കെ, NTPC, ഓക്കെ, ആ ഒരു കേസ് ലോയും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ഈ 3 കേസ് ലോയിലെ റൂളിങ്സ് ആണ് നമുക്ക് മെയിനായിട്ട് എടുക്കാനുള്ളത്. ഓക്കെ, സോ ഈ പറയുന്ന കർത്തർ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിലും യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് HS ദിലൻസ് കേസിലും ദ കോർട്ട് ഹെൽഡ് ദാറ്റ് പാർലമെൻറ്റ് ക്യാൻ കമ്പൈൻ ഇറ്റ്സ് റെസിജ്വൽ പവേഴ്സ് അണ്ടർ ആർട്ടിക്കിൾ 248 into the union list or concurrent list. സോ വാട്ട് ഈസ് റെസിജ്വൽ പവർ എന്നാണ് ആദ്യം അറിയേണ്ടത്. റെസിജ്വൽ പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് എൽസ്. അതായത് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ നമുക്ക് 3 ലിസ്റ്റ് ഉണ്ട്. യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ട്. യൂണിയൻ ലിസ്റ്റിലെ കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് തീരുമാനിക്കും. സ്റ്റേറ്റ് ലിസ്റ്റിലെ കാര്യങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ് തീരുമാനിക്കും അൺലെസ് ഇറ്റ്സ് ഓഫ് നാഷണൽ ഇൻട്രസ്റ്റ്. ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റിലെ കാര്യങ്ങൾ 2 പേരും കൂടി ഒരുമിച്ച് തീരുമാനിക്കും. ബട്ട് ഇഫ് എ കോൺഫ്ലിക്റ്റ് അറൈസസ്, ഹു പ്രിവെയിൽസ്? ദ യൂണിയൻ ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഡിസിഷൻ പ്രിവെയിൽസ്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ എല്ലാ മാറ്റേഴ്സും ഇങ്ങനെ 3 ലിസ്റ്റാക്കി ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ വാട്ട് ഇഫ് എ ന്യൂ തിങ് അറൈസസ്, അല്ലെങ്കിൽ ഒരു പുതിയ ടെക്നോളജി വന്നു, അതിനെ റിലേറ്റ്, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എക്സാമ്പിൾ പറഞ്ഞ ഒരു റോബോട്ടിനും നമ്മൾ റോബോട്ട് വിപുലമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. സോ അതൊരു സ്പെഷ്യൽ കാറ്റഗറി ഓഫ് ലിസ്റ്റായി മാറിയെന്ന് വിചാരിക്കുക. തിങ്സ് റിലേറ്റഡ് ടു റോബോട്ടിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുക. റോബോട്ട് എത്ര എണ്ണം വേണം, അവർ എങ്ങനെയാണ് ചെയ്യുന്നത്, കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെയൊക്കെ തീരുമാനിക്കാനായിട്ടുള്ള റോബോട്ടിന് റിലേറ്റ് എങ്ങനെയൊക്കെ ഉപയോഗിക്കണം, എവിടെയൊക്കെ ഉപയോഗിക്കണം. സോ റോബോട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു പുതിയൊരു സിസ്റ്റം വന്നു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു മാറ്ററായിട്ട് അത് വന്നു എന്ന് വിചാരിക്കാം. സോ ദാറ്റ് ഈസ് എ ന്യൂ പവർ, പക്ഷേ, അല്ലെങ്കിൽ ന്യൂ മാറ്റർ. പക്ഷേ ഈ റോബോട്ട് എന്നുള്ള മാറ്റർ യൂണിയൻ ലിസ്റ്റിലുമില്ല, സ്റ്റേറ്റ് ലിസ്റ്റിലുമില്ല, കൺകറൻറ്റ് ലിസ്റ്റിലുമില്ല. ഓക്കെ, സോ ഇങ്ങനെ 3 ലിസ്റ്റിലും ഇല്ലാത്ത എക്സ്ട്രാ കാര്യങ്ങളെയാണ് നമ്മൾ റെസിജ്വൽ മാറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ റെസിജ്വൽ മാറ്റേഴ്സിൻ്റെ പുറത്ത് ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ഫുൾ അതോറിറ്റി പാർലമെൻറ്റിനാണ്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിനാണ് റെസിജ്വൽ പവർ ഉള്ളത്. അതായത് 3 ലിസ്റ്റിലും ഇല്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് വന്നാൽ ദ അതോറിറ്റി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ മാറ്റർ, അല്ലെങ്കിൽ ദാറ്റ് പെർട്ടിക്കുലർ റെസിജ്വൽ മാറ്റർ വിൽ ബി ഓവർ ദ പാർലമെൻറ്റ്. അതാണ് പാർലമെൻറ്റിൻ്റെ റെസിജ്വൽ പവർ. സോ പാർലമെൻറ്റിന് ഈ പറയുന്ന റെസിജ്വൽ പവർ കൊടുക്കുന്നത് ആർട്ടിക്കിൾ 248 248 ഈ പറയുന്ന കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. അത് ലിസ്റ്റിലില്ലാത്ത കാര്യങ്ങൾ പാർലമെൻറ്റിന് തീരുമാനിക്കുമെന്ന് എഴുതിയിരിക്കുന്നത് ആർട്ടിക്കിൾ 248 സോ ഈ പവറും നമ്മുടെ ഓൾറെഡി പാർലമെൻറ്റിന് യൂണിയൻ ലിസ്റ്റിന് ഡിസിഷൻ എടുക്കാനും കൺകറൻറ്റ് ലിസ്റ്റിൽ ഡിസിഷൻ എടുക്കാനും പവേഴ്സ് ഉണ്ട്. അതായത് കൺകറൻറ്റ് ലിസ്റ്റിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടെന്ന് പറഞ്ഞാൽ അറ്റ അവസാനം യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ആണല്ലോ ഡിസിഷൻ എടുക്കുക. അപ്പം നമുക്ക് ചുരുക്കത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പവർ ആണെന്ന് കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയാലോ. സോ സെൻട്രൽ ഗവൺമെൻറ്റിന് ഓൾറെഡി യൂണിയൻ ലിസ്റ്റുമുണ്ട്, കൺകറൻറ്റ് ലിസ്റ്റുമുണ്ട്, അവർക്ക് അതോറിറ്റിയുടെ കീഴിൽ വരുന്നത്. അതിൻ്റെ കൂടെ ഏതും വരുന്നുണ്ട്, റെസിജ്വൽ പവർ വരുന്നുണ്ട്. സോ ഈ പറയുന്ന കാര്യം കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് കർത്താർ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിലും യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് HS ദിലൻസ് കേസിലും സുപ്രീം കോർട്ട് പറഞ്ഞു. ദാറ്റ് ഈസ് റെസിജ്വൽ പവറും എന്തിൻ്റെ കീഴിൽ വരും, യൂണിയൻ ലിസ്റ്റിൻ്റെയും കൺകറൻറ്റ് ലിസ്റ്റിൻ്റെയും കൂടെ പാർലമെൻറ്റിൻ്റെ അതോറിറ്റിയുടെ കീഴിൽ വരുമെന്ന് ഈ 2 കേസിലും പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് വിത്ത് ദാറ്റ് യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് HS ദിലൻസ് കേസിൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് ഗിഫ്റ്റ് ടാക്സ് ആക്ട്, ഇൻക്വയറി ആക്ട്, കമ്മീഷൻസ് എക്സെട്ര ആർ വാലിഡ് അണ്ടർ ദ പാർലമെൻ്ററി റെസിജ്വറി പവേഴ്സ്. സോ ഇങ്ങനത്തെ എക്സ്ട്രാ കാര്യങ്ങൾ, ഗിഫ്റ്റ് ടാക്സ്, പിന്നെ ഇൻക്വയറി ആക്ട്, കമ്മീഷൻസ്, ഈ വക കാര്യങ്ങളും എല്ലാം ആരുടെ കീഴിൽ വരുന്നുണ്ട്, പാർലമെൻ്ററിയുടെ റെസിജ്വറി പവറിൻ്റെ കീഴിലാണ് ഈ വക എക്സ്ട്രാ കരിക്കുലർ കാര്യങ്ങളും വരിക. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് HS ദിലൻസ് കേസ് ആൻഡ് ഓഫ് കർത്താർ സിംഗ്സ് കേസ്. ഓക്കെ, now the next case is quite important. അതായത് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് വേഴ്സസ് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ലിമിറ്റഡ്. ഓക്കെ, AP ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ. ആന്ധ്രാപ്രദേശിൻ്റെ ഒരു ഭാഗത്താണ് NTPCയുടെ ഒരു യൂണിറ്റ് ഇരിക്കുന്നത്. ഓക്കെ, സോ ഇതിലെ കേസ് ലോയിനെ കുറിച്ചൊരു ബ്രീഫ് ഐഡിയ ഞാൻ പറഞ്ഞുതരാം. അതായത് NTPC എന്താ പറയുക അറിയാലോ, പവർ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ്. സോ NTPC എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, NTPC നമ്മുടെ സദേൺ സ്റ്റേറ്റ്സിലേക്കും നോർത്തേൺ സ്റ്റേറ്റ്സിലേക്കും എല്ലായിടത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിസിറ്റി കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ പറയുന്ന NTPCയുടെ പവർ പ്രൊഡക്ഷൻ യൂണിറ്റ് ഇരിക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. സോ ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് ഒരു ലെജിസ്ലേറ്റീവ് ആക്ട് വഴി അല്ലെങ്കിൽ ലോ വഴി എന്ത് ചെയ്തു, ഈ പറയുന്ന NTPC മറ്റ് സ്റ്റേറ്റ്സിലേക്ക് പവർ കൊടുക്കുമ്പോൾ ടാക്സ് ചെയ്തു. ഇത്ര യൂണിറ്റിന് 12 പൈസ അങ്ങനെ വെച്ചിട്ട്, ഒരു യൂണിറ്റിന് 12 പൈസ അങ്ങനെയൊക്കെ വെച്ചിട്ട് ടാക്സ് ചെയ്തു. NTPC എന്തുവാ ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി സെല്ല് ചെയ്യുന്നത് ടാക്സ് ചെയ്തു. പക്ഷേ നമുക്കറിയാം GST ആക്ട് പ്രകാരം സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നടക്കുന്ന ട്രാൻസാക്ഷന് മാത്രമേ ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് ടാക്സ് എടുക്കാൻ പറ്റത്തുള്ളൂ.
പക്ഷേ ഇതൊരു ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ, അതായത് ആന്ധ്രാപ്രദേശിൽ നിന്ന് ഉണ്ടാക്കിയ സാധനം അത് മറ്റ് കേരള, തമിഴ്നാട് അങ്ങനെ പല സ്റ്റേറ്റ്സിലേക്കും പോയി. സോ ദാറ്റ് ഇസ് ആൻ ഇൻ്റർ സ്റ്റേറ്റ് ട്രേഡ് അല്ലെങ്കിൽ ഇൻ്റർ സ്റ്റേറ്റ് സെയിൽസ് ആണ് നടത്തുന്നത്. സോ അതിൻ്റെ പുറത്ത് ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ്റിന് ടാക്സ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ടോ, അത് ശരിയാണോ, അങ്ങനെ ഇതുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ആ ക്വസ്റ്റ്യനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇതിലാണ് സുപ്രീം കോർട്ടിൻ്റെ ഈ ഒരു റൂളിംഗ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇൻ ദ കേസ് ഓഫ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് വേഴ്സസ് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ലിമിറ്റഡ്, the Supreme Court held that unless an entry does not state an exclusion from the area of legislation that is evident at the time of obvious reading, the absence of exclusion cannot be read if a particular clause in the Constitution that forbids such legislation is valid as allowing the legislative power not expressly excluded from it. Okay, so ഞാൻ ഈ ഒരു കേസിൻ്റെ റൂളിംഗ് അത് അങ്ങനെ തന്നെ എഴുതാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതുപോലെ കുറേ റൂളിങ്സ് ഇനിയും കാണാം, ഇങ്ങനത്തെ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കാണും നിങ്ങൾ പൊളിറ്റി വായിക്കുമ്പോഴായാലും. സോ ഓഫ് കോഴ്സ് നിങ്ങൾ സെൽഫ് സ്റ്റഡിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം മോസ്റ്റ് പ്രോബബ്ലി. സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇങ്ങനത്തെ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ കുഴപ്പിക്കുന്ന മനസ്സിലാവാത്ത സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ നമുക്ക് മനസ്സിലാക്കാം ഒരു ആളുടെ ഹെൽപ്പ് ഇല്ലാണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ എങ്ങനെയൊന്ന് അതൊന്ന് അഴിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ തന്നെ എഴുതിയത്. ഓക്കെ, സോ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സ്റ്റേറ്റ്മെൻറ്റിനെ ഒന്നും കൂടെ ഒന്ന് എന്ത് ചെയ്യണം, ഒരു റീഅറേഞ്ച് ചെയ്യണം. ഓക്കെ, സോ റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും കുറച്ചുകൂടെ. ഓക്കെ, സോ ഞാനിവിടെ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഒന്നാമത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ അൺലെസ് ആൻ എൻട്രി ഡസ് നോട്ട് സ്റ്റേറ്റ് ആൻ എക്സ്ക്ലൂഷൻ ഫ്രം ദ ഏരിയ ഓഫ് ലെജിസ്ലേഷൻ ദാറ്റ് ഈസ് എവിഡൻറ്റ് അറ്റ് ദ ടൈം ഓഫ് ഒബ്വിയസ് റീഡിംഗ്. രണ്ടാമത്തെ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എ പെർട്ടിക്കുലർ ക്ലോസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഫോർബിഡ്സ് സച്ച് ലെജിസ്ലേഷൻ ഇസ് വാലിഡ്. ഓക്കെ, സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിന് നമുക്കിത് ഒന്നും കൂടി ഒന്ന് പീസാക്കാം. ഓക്കെ, അൺലെസ് ആൻ എൻട്രി ഡസ് നോട്ട് സ്റ്റേറ്റ് ആൻ എക്സ്ക്ലൂഷൻ ഫ്രം ദി ഏരിയ ഓഫ് ലെജിസ്ലേഷൻ. ഓക്കെ, സോ ഫ്രം ദി ഏരിയ ഓഫ് ലെജിസ്ലേഷൻ എന്നുള്ളതിന് ഞാൻ ഒരു മാർക്കിംഗ് കൂടെയും കൊടുത്തു. ഓക്കെ, ദാറ്റ് ഈസ് എവിഡൻറ്റ് അറ്റ് ദ ടൈം ഓഫ് ഒബ്വിയസ് റീഡിംഗ്. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം. അൺലെസ് ആൻ എൻട്രി ഡസ് നോട്ട് സ്റ്റേറ്റ് ആൻ എക്സ്ക്ലൂഷൻ ഫ്രം ഏരിയ ഓഫ് ലെജിസ്ലേഷൻ. അതായത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞെടുക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇലക്ട്രിസിറ്റിയുടെ പുറത്തിട്ടുള്ള ടാക്സേഷൻ്റെ കാര്യമാണ് പറയുന്നത്. സോ ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് ഒരു ലോ ഉണ്ടാക്കി. ആ ലോ, അങ്ങനെ ഒരു ലോ ഉണ്ടാക്കുമ്പോൾ അതിലുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, സോ ആ ലോയിൽ ഈ പറയുന്ന എൻട്രീനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതായത് ഇലക്ട്രിസിറ്റി ടാക്സ് ചെയ്യുന്ന, ഇലക്ട്രിസിറ്റി എന്നാണ് ആ ഒരു എൻട്രിയുടെ എന്ന് വിചാരിക്കുക. സോ ആ എൻട്രീനെ കുറിച്ചാണ് പറയുന്നത്. സോ അൺലെസ് ആൻ എൻട്രി ഡസ് നോട്ട് സ്റ്റേറ്റ് എൻ എക്സ്ക്ലൂഷൻ ഫ്രം ഏരിയ ഓഫ് ലെജിസ്ലേഷൻ, അതായത് ഈ പറയുന്ന ഇലക്ട്രിസിറ്റിയുടെ പുറത്ത് ഉള്ള ലെജിസ്ലേഷൻ യൂണിയൻ ഗവൺമെൻറ്റിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇലക്ട്രിസിറ്റിയുടെ പുറത്ത് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഇല്ല, അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ്റിന് ഇലക്ട്രിസിറ്റിയുടെ പുറത്ത് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഇല്ല. അങ്ങനെ എക്സ്ക്ലൂഷൻ പാടില്ലായിക, ആർക്ക് പാടില്ല എന്ന്, എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള ലെജിസ്ലേഷൻ ആർക്കാണെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടില്ല എങ്കിൽ, അതാണ് അൺലെസ് ആൻ എൻട്രി ഡസ് നോട്ട് സ്റ്റേറ്റ് ആൻ എക്സ്ക്ലൂഷൻ ഫ്രം ഏരിയ ഓഫ് ലെജിസ്ലേഷൻ. ഏരിയ ഓഫ് ലെജിസ്ലേഷൻ, ഈ ഏരിയ ഓഫ് ലെജിസ്ലേഷൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആരാണ്, യൂണിയൻ ഗവൺമെൻറ് ആണോ ലെജിസ്ലേറ്റ് ചെയ്യണത്, സ്റ്റേറ്റ് ഗവൺമെൻറ് ആണോ ലെജിസ്ലേറ്റ് ചെയ്യണത്? ഓക്കെ, അതാണ്. സോ ഏരിയ ഓഫ് ലെജിസ്ലേഷൻ ആരാണ്, ആരാണ് ലെജിസ്ലേറ്റ് ചെയ്യുന്നത് എന്ന് ഡസ് നോട്ട് സ്റ്റേറ്റ് ആൻ എക്സ്ക്ലൂഷൻ, അല്ല ആരാണ് ചെയ്യരുതാത്തതെന്ന്, എക്സ്ക്ലൂഷനെ പറ്റിയിട്ടാണ് ഇവിടെ പറയണത്. അതായത് ആർക്ക് ചെയ്യാൻ പാടില്ല എന്ന് ഒരു എൻട്രിയിൽ ഡസ് നോട്ട് സ്റ്റേറ്റ് എഴുതിയിട്ടില്ല എങ്കിൽ, ഓക്കെ, ആർക്കാണ് ഒരു പെർട്ടിക്കുലർ എൻട്രിയുടെ പുറത്ത് ആർക്കാണ് പവർ ഇല്ലാത്തത്, ആരാണ് എക്സ്ക്ലൂഡഡ് എന്ന് എഴുതിയിട്ടില്ല എങ്കിൽ, ഓക്കെ, ദാറ്റ് ഈസ് എവിഡൻറ്റ് അറ്റ് ദ ടൈം ഓഫ് ഒബ്വിയസ് റീഡിംഗ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇനി നല്ലോണം ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് എവിഡൻറ്റ് അറ്റ് ദ ടൈം ഓഫ് ഒബ്വിയസ് റീഡിംഗ്. അതായത് നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ മനസ്സിലായി. ഇപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യ ഒട്ടാകെ എന്തുള്ളതാണ്, ആവശ്യമുള്ളൊരു സാധനമാണ്, ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിന് മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല. ഓക്കെ, സോ ഇലക്ട്രിസിറ്റി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സംതിങ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് അല്ലേ. സോ നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം അത്
നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കോമൺ ഇൻട്രസ്റ്റ് ഉള്ള തീമാണെന്ന്. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് മെൻ ബൈ ഇറ്റ് ഇസ് എവിഡൻറ്റ് അറ്റ് ദ ടൈം ഓഫ് ഒബ്വിയസ് റീഡിങ്. നമ്മളത് നോർമലി വായിക്കുമ്പോൾ ഒബ്വിയസ് ആയിട്ടൊന്ന് വായിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് എവിഡൻ്റ് ആണ് എന്ത്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇതിൻ്റെ പുറത്ത് വലിയ റോളില്ല എന്ന്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇലക്ട്രിസിറ്റിയുടെ പുറത്ത് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താ, ഇറ്റ് ഇസ് ഓഫ് എ നാഷണൽ ഇൻട്രസ്റ്റ്. സോ നമുക്ക് ഒബ്വിയസ് റീഡിങ്ങിൽ ആദ്യം തന്നെ മനസ്സിലായി ദാറ്റ് സം സ്റ്റേറ്റ് ഗവൺമെൻറ് ഇസ് എക്സ്ക്ലൂഡഡ് എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഇനി തിരിച്ചു വായിക്കാം. സംതിങ് ഈസ് എവിഡൻറ്റ് അറ്റ് ദ ടൈം ഓഫ് ഒബ്വിയസ് റീഡിങ്. അതായത് നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സ്ക്ലൂഡഡ് ആണ്, ഒബ്വിയസ് റീഡിങ്ങിൽ എവിഡൻ്റ് ആണ്. പക്ഷേ ദ എൻട്രി ഡസ് നോട്ട് സ്റ്റേറ്റ് എൻ എക്സ്ക്ലൂഷൻ ഫ്രം ദ ഏരിയ ഓഫ് ലെജിസ്ലേഷൻ. പക്ഷേ ആ എൻട്രി എടുത്ത് പറയുന്നില്ല സ്റ്റേറ്റ് ഗവൺമെൻറ് ഇസ് എക്സ്ക്ലൂഡഡ് എന്ന് എടുത്ത് പറയുന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിലേക്ക് വായിക്കാം. If a particular clause in the constitution that forbids such legislation is valid. ഓക്കെ, സോ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏതെങ്കിലും ഒരു ക്ലോസ് പറയുന്നുണ്ട് ഈ പറയുന്ന ഏരിയയുടെ പുറത്ത് ലെജിസ്ലേഷൻ വാലിഡ് ആണെന്ന്. ഓക്കെ, ഫോർബിഡ് ചെയ്യുന്നുണ്ടെന്ന്. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇലക്ട്രിസിറ്റിയുടെ പുറത്ത് ലെജിസ്ലേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് വാലിഡ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ക്ലോസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ട്. ഓക്കെ, പെർട്ടിക്കുലർ ക്ലോസ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു പെർട്ടിക്കുലർ ക്ലോസ് ദറ്റ് ഫോർബിഡ്സ് സച്ച് ലെജിസ്ലേഷൻ, ആ പറയുന്ന വ്യക്തിക്ക് അതിൻ്റെ പുറത്ത് ലെജിസ്ലേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഫോർബിഡ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ക്ലോസ് വാലിഡാണ്, സ്റ്റിൽ വാലിഡാണ്. അത് ഇപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷനിൽ വാലിഡായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഇനി ഈ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുക. ഓക്കെ, ദ ആബ്സെൻസ് ഓഫ് എക്സ്ക്ലൂഷൻ കനോട്ട് ബി റെഡ്. അതായത് ഓൾറെഡി എഴുതിയിട്ടില്ല സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇലക്ട്രിസിറ്റിയുടെ പുറത്ത് തീരുമാനം ലെജിസ്ലേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് എഴുതിയിട്ടില്ല. exclusion is absent there. Okay, exclusion is absent. Okay, so the absence of exclusion cannot be read. അതായത് അവിടെ വ്യക്തമായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഭരിക്കാൻ പാടില്ല എന്ന് എഴുതിയിട്ടില്ല എന്ന കാര്യം നമ്മൾ ഇഗ്നോർ ചെയ്യണമെന്ന്, അത് വായിക്കരുത്. എഴുതിയിട്ടില്ല എന്ന സംഭവം നമ്മൾ കണക്കിലെടുക്കരുത്. ഓക്കെ, ആസ് അലോവിങ് ദ ലെജിസ്ലേറ്റീവ് പവർ നോട്ട് എക്സ്പ്രസ്ലി എക്സ്ക്ലൂഡഡ് ഫ്രം ഇറ്റ്. ഓക്കെ, അതായത് ഇതിൻ്റെ പുറത്തൊരു കേസ് വരികയാണെങ്കിൽ, വാദിക്കാൻ പോവുകയാണെങ്കിൽ ഈ പറയുന്ന വക്കീലിന് പറയാം, ഓക്കെ, ഇന്ന ലോയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഈ സംഭവം, അതായത് ഇലക്ട്രിസിറ്റിയുടെ പുറത്ത് ഭരിക്കാൻ പാടില്ല എന്ന് എക്സ്പ്ലസിറ്റായിട്ട് എഴുതിയിട്ടില്ല, അതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് എടുത്ത തീരുമാനം കറക്റ്റാണ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ വാദിക്കാം, അല്ലേ? ഫോർ എക്സാമ്പിൾ ഈ കേസ് ലോയിൽ ഉറപ്പായിട്ടും ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ്റിന് സ്ഥാനത്ത് നിന്ന് പറയുന്ന അഡ്വക്കേറ്റ് വാദിച്ചിട്ടുണ്ടാവും. അതായത് ലോയിൽ പറയുന്നില്ല, നമ്മുടെ ആക്റ്റിൽ പറയുന്നില്ല ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ്റിന് ഇലക്ട്രിസിറ്റിയുടെ പുറത്ത് അല്ലെങ്കിൽ ലോ ഉണ്ടാക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് പവർ ഇല്ല എന്ന് എക്സ്പ്ലിസിറ്റായിട്ട് എഴുതിയിട്ടില്ല എന്ന് ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ്റിന് വാദിക്കുന്ന വക്കീലിന് പറയാം. ഓക്കെ, പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ സുപ്രീം കോർട്ട് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയാണ് എഴുതിയിട്ടില്ല, പക്ഷേ ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷനിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അത് ലെജിസ്ലേറ്റ് ചെയ്യുന്നതിൽ നിന്ന് ഫോർവേഡ് ചെയ്യുന്ന ഒരു ക്ലോസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് ഗവൺമെൻറ്റിന്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അത് ഭരിക്കാനായിട്ടുള്ള അവകാശമില്ല എന്ന് എഴുതിയിട്ടില്ല എന്നതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് ഭരിക്കാൻ പറ്റത്തില്ല. സോ എക്സ്പ്ലിസിറ്റ്ലി എഴുതിയിട്ടില്ല എങ്കിൽ പോലും ഒബ്വിയസ് റീഡിങ്ങിൽ ഇറ്റ് ഈസ് എവിഡൻറ്റ് ദാറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ് കനോട്ട് ടേക്ക് ദ ഡിസിഷൻ ആൻഡ് ഓൾസോ എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അത് വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല എന്ന് വാലിഡേറ്റും ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എഴുതിയിട്ടില്ല എന്നുള്ള കാര്യം കണക്കിലെടുത്തുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പവർ കൊടുക്കാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് നോട്ട് അഡ്മിസിബിൾ. ഓക്കെ, അത് പറ്റത്തില്ല. സോ സെൻട്രൽ ഗവൺമെൻറ് സുപ്രീം കോർട്ട് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ആക്റ്റിൽ വൃത്തിയായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് റൂള് അല്ലെങ്കിൽ ലോ ഉണ്ടാക്കാൻ റൈറ്റ് ഇല്ല എന്ന് എഴുതിയിട്ടില്ല എന്നതിന് പുറത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അത് ഭരിക്കാൻ പറ്റത്തില്ല. സോ ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് ഡസ് നോട്ട് ഹാവ് ദി അതോറിറ്റി ടു ടാക്സ് NTPC. എന്തുകൊണ്ടാണ് പറയുന്ന ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ്റിന് NTPCന് ടാക്സ് ചെയ്യാമായിരുന്നു ഇഫ് ഇറ്റ് വാസ് സെയിൽ ഓഫ് ഇലക്ട്രിസിറ്റി വിത്തിൻ ആന്ധ്രാപ്രദേശ്. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ട് GSTയുടെ പ്രൊവിഷനിൽ പറയുന്നുണ്ട്, ഇൻ്റർ സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റിന് പവർ ഇല്ല എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു വാലിഡ് പ്രൊവിഷൻ ഉണ്ട്. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ഫോർവേഡ് ചെയ്യുന്ന വാലിഡ് ആയിട്ടുള്ളൊരു പ്രൊവിഷൻ ഉണ്ട്. സോ അവരെടുത്ത തീരുമാനം സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അത് എക്സ്ക്ലൂഷൻ പ്രോപ്പറായിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ പോലും ഇറ്റ് ഈസ് വാലിഡ് ഫ്രം ദ ഒബ്വിയസ് റീഡിങ് ദാറ്റ് ഇറ്റ് ഈസ് എക്സ്ക്ലൂഡഡ്. സോ എഴുതിയിട്ടില്ല എന്ന് എക്സ്പ്രസ്ലി അത് എക്സ്ക്ലൂഡ് ചെയ്തിട്ടില്ല, കൃത്യമായിട്ട് എഴുതി അവരെ ഫോർവേഡ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇസ് എക്സ്ക്ലൂഡഡ് ഫ്രം ഇറ്റ്. അതാണ് ഈ കേസിൽ. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ കേസ് ലോ. ആൻഡ് ഞാനിത് ഇത്ര ടൈം എടുത്ത് പറയാൻ റീസൺ ഞാൻ പറഞ്ഞല്ലോ,
പൊളിറ്റിയിലായാലും പിന്നെ അങ്ങോട്ട് പോകുമ്പോഴായാലും നമ്മൾ കുറേ ജഡ്ജ്മെൻറ്റ്സ് വായിക്കേണ്ടി വരും, കേസ് ലോസ് പഠിക്കേണ്ടി വരും. സോ ഇങ്ങനൊരു കൊനിഷ്ഠമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ, ഒരു ജുഡീഷ്യൽ ലൈക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ, സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിനെങ്ങനെ വായിച്ചെടുക്കാം എന്ന് നമ്മൾ പഠിക്കണം. ഓഫ് കോഴ്സ് ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണേണ്ടി വരും അതുപോലത്തെ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് പൊളിറ്റിയിലൊക്കെ ആയാലും. സോ എങ്ങനെ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിലേക്കൊരു ഇതിലേക്ക് എത്താം എന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചത്. സോ ദാറ്റ് വാസ് ഓൾ അബൌട്ട് മൈ ഇൻറ്റൻഷൻ. സോ ഈ കേസിൽ പറഞ്ഞിരിക്കുക, സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് വേഴ്സസ് NTPCയിൽ പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ലെജിസ്ലേഷൻ, അത് യൂണിയൻ ആവാം സ്റ്റേറ്റ് ആവാം, മോസ്റ്റ് പ്രോബബ്ലി അത് സ്റ്റേറ്റ് ആയിരിക്കത്തുള്ളൂ. സോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ലെജിസ്ലേറ്റ് ചെയ്യാൻ പവർ ഇല്ല എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് എഴുതിയിട്ടില്ല എങ്കിൽ ഇല്ല, ബട്ട് സ്റ്റിൽ വേറെ പ്രൊവിഷനിൽ അത് പറയുന്നുണ്ട് പവർ ഇല്ല എന്ന്. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പവർ ശരിക്കും ഉണ്ടാവില്ല. അത് പവർ ഇല്ല എന്ന് ആക്റ്റിൽ നല്ല മത്തങ്ങ മുഴുപ്പിൽ എഴുതി വെച്ചിട്ടില്ല എന്നതിൻ്റെ പുറത്ത് നമുക്ക് റൂൾ ഉണ്ടാക്കാൻ പറ്റില്ല, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, സോ ആൻഡ് ഫൈനലി ആർട്ടിക്കിൾ 200 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്, ഗവർണർ ഈസ് എംപവേർഡ് ടു റിസർവ് എ ബിൽ പാസ്ഡ് ബൈ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഫോർ കൺസിഡറേഷൻ ബൈ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, സോ നമ്മുടെ ബില്ല് പാർലമെൻറ്റിൽ പാസ്സാക്കി, പാർലമെൻ്റ് അല്ല സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ പാസ്സാക്കിയിട്ട് നമ്മുടെ പാർലമെൻറ്റിൽ പാസ്സാക്കണ ബില്ല് പ്രസിഡൻറ്റ് ഒപ്പുവയ്ക്കുന്ന പോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ പാസ്സാക്കുന്ന ബില്ല് ഒപ്പുവയ്ക്കുന്ന ആളാരാണ്? ഗവർണർ ആണ്. ഓക്കെ, സോ ഗവർണറിന് വേണമെങ്കിൽ അത് എന്ത് ചെയ്യാം, അത് പുള്ളിക്ക് താല്പര്യമില്ല എങ്കിൽ എന്ത് ചെയ്യാം, പ്രസിഡൻറ്റിനേക്ക് റിസർവ് ചെയ്യാം. സോ അങ്ങനെ ഗവർണറിന് ബില്ല് റിസർവ് ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ടെന്നാണ് പറയുന്നത്. സോ അങ്ങനെ ഗവർണർ ബില്ല് റിസർവ് ചെയ്ത് ആരായിരിക്കും അവർ തീരുമാനം എടുക്കുക? ഓഫ് കോഴ്സ് നമ്മുടെ പാർലമെൻ്റ് ആയിരിക്കും തീരുമാനം എടുക്കുക. സോ അവിടെയും എന്തായി, അവിടെ ഡിസിഷൻ എടുക്കുന്ന ആരായിരുന്നു? പാർലമെൻ്റ് ആയിരുന്നു. സോ അങ്ങനെ നോക്കിയാലും എന്താണ്, നമ്മുടെ പാർലമെൻറ്റിന് കുറച്ച് പവേഴ്സ് ഉണ്ട്. ഓക്കെ, സോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഭയങ്കര നിരാശയുള്ള ഒരു പ്രൊവിഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനാണിത്. അതായത് അവരുടെ പവർ നേരെ ഗവർണറിൻ്റെ ഒരു തോന്നിവാസം കൊണ്ട്, അല്ലെങ്കിൽ ഗവർണറിൻ്റെ തന്നിഷ്ടം കൊണ്ട്, അല്ലെങ്കിൽ ആ പുള്ളിക്കാരൻ്റെ ഇഷ്ടം കൊണ്ട് അത് പാർലമെൻറ്റിലേക്ക് പോവല്ലേ അവരുടെ പവർ. സോ ദാറ്റ് ഈസ് എ ബിറ്റ് സാഡ് ഫോർ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഓക്കെ, സോ നമ്മുടെ യൂണിയൻ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് റിലേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ ഇഷ്യൂസ് ഉണ്ട്. കാരണം എന്താ, യൂണിയൻ ലിസ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും സെൻട്രൽ ഗവൺമെൻറ്റിനാണ് പവർ. റെസിജ്വറി പവർ എടുത്താലും അതിന് സെൻട്രൽ ഗവൺമെൻറ്റിനാണ് പവർ. ഇനി ഗവർണറിൻ്റെ ഓഫീസ് എടുത്താലും അത് സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുക. സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ല, സെൻട്രൽ ഗവൺമെൻറ്റാണ് ഗവർണറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഗവർണറിന് ബില്ല് റിസർവ് ചെയ്യാൻ പറ്റും. സോ അത് പ്രസിഡൻറ്റിൻ്റെ അടുത്തേക്ക് പോവും. പ്രസിഡൻ്റ് അടുത്ത് പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പാർലമെൻറ്റ്. ഓക്കെ, സോ എങ്ങനെ നോക്കിയാലും ഒരു അപ്പർ ഹാൻഡ് ആർക്ക് തന്നെയാണുള്ളത്? നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിനാണുള്ളത്. സോ അതാണ് ഒരു ഈ പറയുന്ന യൂണിയൻ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് റിലേഷനിലുള്ള ഒരു പ്രശ്നമായിട്ട് വരുന്നത്. ഓക്കെ, സോ ഇതിലേക്ക് ഇനി നമ്മൾ ആക്റ്റുകളെല്ലാം പഠിച്ചു. സോ ഇതെല്ലാമാണ് സെൻട്രൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് റിലേഷന് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ആക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ലെജിസ്ലേറ്റീവ് റിലേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ഡോക്ട്രിൻസ് പഠിക്കാനുണ്ട്. ഓക്കെ, സോ നമുക്ക് ഈ ഡോക്ട്രിൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഇനി നോക്കാം. ഓക്കെ, സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡോക്ട്രിൻ ഓഫ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ലെജിസ്ലേറ്റീവ് റിലേഷൻ അറിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് ഡോക്ട്രിൻസാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. സോ ഈ ഡോക്ട്രിൻസിൽ ഡോക്ട്രിൻ ഓഫ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ഒഴികെ ബാക്കിയെല്ലാ ഡോക്ട്രിൻസും നമ്മുടെ പൊളിറ്റിയുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഡോക്ട്രിൻസാണ്. ഓക്കെ, സോ ഡോക്ട്രിൻ ഓഫ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ. So delegation of power is a constituent element of legislative power as a whole. While both the union and states are free to legislate in their own jurisdiction, the constitution imposes certain limitations on both. So നമുക്കറിയാം, ലോ മേക്കിംഗ് അല്ലെങ്കിൽ ലെജിസ്ലേഷൻ, പോളിസി മേക്കിംഗ്, ഈ പരിപാടികളൊക്കെ ചെയ്യേണ്ടത് ആരാണ്? നമ്മുടെ ഗവൺമെൻറ് തന്നെയാണ്, ലെജിസ്ലേച്ചർ തന്നെയാണ്. അത് വേറെ ആർക്കും ഡെലഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല, അല്ലേ? ഇപ്പം വീട്ടിലെ കാർന്നോറിൻ്റെ പണി ചെയ്യണം, ആ കാർന്നോറിൻ്റെ പണി ഡെലഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. സോ അതായത് ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ അച്ഛൻ ഉള്ളപ്പോൾ അത് അച്ഛനാണ് ചെയ്യേണ്ടത്, അച്ഛൻ ഇല്ലാത്തപ്പോഴാണ് അത് വേറെ ആൾക്കാർ ചെയ്യുക. അച്ഛൻ ഉള്ളപ്പോൾ അത് അച്ഛൻ തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ ചെയ്തു വരുന്നത് അങ്ങനെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ലെജിസ്ലേച്ചർ, ഗവൺമെൻറ് അവിടെ ഉള്ളിടത്തോളം
പോളിസി മേക്കിംഗ് എന്ന് പറയുന്ന ടാസ്ക് ആരുടെ തന്നെയാണ്? ലെജിസ്ലേച്ചറിൻ്റെ തന്നെയാണ്. സോ അവർ ഉള്ളപ്പോൾ അത് നമുക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? പോളിസി ഉണ്ടാക്കുന്നത് നമ്മുടെ ലെജിസ്ലേച്ചർ ചെയ്യട്ടെ, പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റൂൾസും ബൈലോസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ സബ് റൂൾസൊക്കെ ഉണ്ടാക്കുന്ന പരിപാടി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അത് നമുക്ക് ഡെലഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആർക്ക്? എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിന്. ഓക്കെ, സോ അതാണ് ഡോക്ട്രിൻ ഓഫ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ പവർ ഡെലിഗേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ലെജിസ്ലേച്ചറിൻ്റെ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് പവർ ഉള്ളൊരു സ്ഥലത്തിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എലമെൻ്റാണ്. ഓക്കെ, നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലെജിസ്ലേച്ചർ തന്നെയാണ് ഈ പറയുന്ന ലോയും അല്ലെങ്കിൽ പോളിസിയും അതിൻ്റെ വേണ്ട റൂൾസും സബ് റൂൾസും എല്ലാം ലെജിസ്ലേച്ചർ തന്നെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമ്മുടെ മെഷീനറി ഒന്നും നടക്കത്തില്ല. കാരണം എന്താ, അതിന് നിയമം ഉണ്ടാക്കാൻ പോലുള്ള ടൈം പോലും നമ്മുടെ ലെജിസ്ലേച്ചറിൽ ഇരിക്കുന്ന ആൾക്കാർക്കില്ല. മിനിസ്റ്റേഴ്സിനൊന്നും ലോ പോലും ഉണ്ടാക്കാനുള്ള ടൈമില്ല. ഇനി അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് റൂളും സബ് റൂളൊക്കെ ഉണ്ടാക്കാനായിട്ട് നേരം കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന പരിപാടിയല്ല. ഓക്കെ, സോ യൂണിയനും സ്റ്റേറ്റ്സിനും അവരുടേതായിട്ടുള്ള ജൂറിസ്ഡിക്ഷൻസ് ഉണ്ട് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് നേരം മുന്നേ നമ്മൾ പഠിച്ചു. സോ അവരുടേതായിട്ടുള്ള ജൂറിസ്ഡിക്ഷൻസ് ഉണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ലിമിറ്റേഷൻസ് കാണാൻ പറ്റും. സോ ഈ പറയുന്ന ലിമിറ്റേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ താഴെ കാണുന്ന ഇത്രയും ഭാഗങ്ങളിലാണ്. ഓക്കെ, ഒന്നാമത്തേത് നമുക്ക് പാർട്ട് 3 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട റെസ്ട്രിക്ഷൻ കാണാൻ സാധിക്കും. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ആക്ച്വലി റെസ്ട്രിക്ഷൻ അല്ല, ഇറ്റ് ഈസ് സ്റ്റേറ്റിന് അത് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഈക്വാലിറ്റീനെ മാറ്റിക്കൊണ്ടുള്ള ലോസ് ഇറക്കാൻ പറ്റത്തില്ല. നമുക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. സോ ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കാത്ത രീതിയിലുള്ള ലോസ് ഇറക്കാൻ പറ്റും. സോ പാർട്ട് 3 ഈസ് ഫുൾ ഓഫ് റെസ്ട്രിക്ഷൻസ് ബേസ്ഡ് ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. സോ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ പറയുന്ന കാര്യങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ടുള്ള ലോസ് നമ്മുടെ സ്റ്റേറ്റിനായാലും സെൻട്രലിനായാലും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇനി സെക്കൻഡ് റെസ്ട്രിക്ഷൻ നമുക്ക് പറയാം ലിസ്റ്റിൽ തന്നെ നമുക്ക് റെസ്ട്രിക്ഷൻ പറയുന്നത്, അതായത് യൂണിയൻ ലിസ്റ്റിലുള്ള കാര്യങ്ങൾക്ക് സ്റ്റേറ്റിന് റെസ്ട്രിക്ഷൻസ് ആണ്. സ്റ്റേറ്റിന് അതിൻ്റെ പുറത്ത് ലോസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങൾക്ക് യൂണിയന് റെസ്ട്രിക്ഷനാണ്, ബട്ട് ഓൺലി അപ് ടു ആൻ എക്സ്റ്റെൻറ്റ്. നമ്മൾ പറഞ്ഞു അത് നാഷണൽ ഇൻട്രസ്റ്റിലുള്ള കാര്യമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ യൂണിയന് ലോസ് ഉണ്ടാക്കാം, ബട്ട് സ്റ്റിൽ ദർ ആർ റെസ്ട്രിക്ഷൻസ്, റൈറ്റ്? സോ അത് ലിസ്റ്റ് പ്രകാരമുള്ള റെസ്ട്രിക്ഷനാണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് റെസ്ട്രിക്ഷൻ. ഇനി നമ്മൾ മൂന്നാമതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 286 302 ആൻഡ് 303 റെസ്ട്രിക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആർട്ടിക്കിൾ 286 ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ടാക്സേഷൻ്റെ പുറത്തിട്ടുള്ള ഒരു റെസ്ട്രിക്ഷനാണ് ആർട്ടിക്കിൾ 286 പറയുന്നത്. ആൻഡ് 302ലും 303ലും ട്രേഡിൻ്റെയും കോമേഴ്സിൻ്റെയും കാര്യത്തിൽ നാഷണൽ ഇൻട്രസ്റ്റിൻ്റെ കാര്യം വരുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ സ്റ്റേറ്റിന് റെസ്ട്രിക്ഷനുള്ള കാര്യമാണ് 302ലും 303ലും സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ റെസ്ട്രിക്ഷൻ കാണാൻ സാധിക്കുന്നത്, ഇഫ് ദ ലെജിസ്ലേച്ചർ ഇസ് നോട്ട് ഡ്യൂലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് എനി ലോ മെയ്ഡ് ബൈ ഇറ്റ് വിൽ ബി ഇൻവാലിഡ്. അതായത് നമ്മുടെ സർക്കാർ ഉണ്ടായത് തെറ്റായ രീതിയിലാണ്, കള്ള വോട്ട് അങ്ങനത്തെ പിന്നെ ഇഷ്യൂസൊക്കെ വന്ന് ആ ലെജിസ്ലേച്ചർ ഇൻവാലിഡ് ആണെന്ന് സുപ്രീം കോർട്ട് റൂൾ ചെയ്തു എന്ന് വിചാരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ അവർ പിന്നെ ഇൻവാലിഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് ഉണ്ടാക്കുന്ന എല്ലാ റൂൾസും എന്തായിരിക്കും? ഇൻവാലിഡ് ആയിരിക്കും. ലെജിസ്ലേച്ചർ ഡ്യൂലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് അല്ലെങ്കിൽ പ്രോപ്പർലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന ലോയും എന്തായിരിക്കും? ഇൻവാലിഡ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ്, സ്റ്റേറ്റ് ലെജിസ്ലേഷൻ കനോട്ട് എക്സ്റ്റെൻഡ് ബിയോണ്ട് ദ ബൗണ്ടറി ഓഫ് സ്റ്റേറ്റ്. അതായത് കേരള സർക്കാർ പോയിട്ട് തമിഴ്നാട് സർക്കാരിൻ്റെ അതിർത്തിയിൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കരുത്. ഓക്കെ, അവരുടെ സ്റ്റേറ്റ് അവരവരുടെ ബൗണ്ടറിക്കുള്ളിൽ തന്നെ ഒതുങ്ങി നിൽക്കണം എന്നാണ് അതും പറയുന്നത്. സോ ഈ റെസ്ട്രിക്ഷൻസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈവൻ ദോ ദർ ഇസ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ, അതായത് ലെജിസ്ലേച്ചർ അതിൻ്റെ പവർ സബോർഡിനേറ്റ്സിന് എക്സിക്യൂട്ടീവ്സിന് ഡെലഗേറ്റ് ചെയ്ത് കൊടുക്കുന്നതിനാണ്, ഡെലഗേറ്റഡ് ലെജിസ്ലേഷനെയാണ് നമ്മൾ ഡോക്ട്രിൻ ഓഫ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. എന്തിനാണ്? ടു സേവ് ടൈം. അവർക്ക് ഇതിനുള്ള ലക്ഷറി ഓഫ് ടൈമൊന്നും ഉണ്ടായിരിക്കത്തില്ല, റൈറ്റ്? എല്ലാം ലോയും ഉണ്ടാക്കണം, എല്ലാം ചെയ്യണം. സോ എവറിത്തിങ് ഇസ് നോട്ട് പോസിബിൾ ഫോർ ദം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ? ഈ പറയുന്ന ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ടും നമ്മുടെ ആൻസിലറി പവേഴ്സ്, അതായത് ഡെലഗേറ്റ് ചെയ്യാൻ പറ്റുന്ന പവേഴ്സ് എന്ത് ചെയ്ത് കൊടുക്കും? ഡെലഗേറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ റൂൾ ചെയ്യും. ഓക്കെ, അങ്ങനെ റൂൾസും സബ് റൂൾസൊക്കെ ഉണ്ടാക്കി പ്രോപ്പറായിട്ടുള്ള ഒരു മെഷീനറി നമ്മൾ ഇന്ത്യയിൽ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ബട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആ റെസ്ട്രിക്ഷൻസാണ് നമ്മൾ പറഞ്ഞത്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഡോക്ട്രിൻ ഓഫ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ. ഒന്നുമല്ല, പവർ സബോർഡിനേറ്റ്സിന് ഡെലഗേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഡോക്ട്രിനെയാണ് നമ്മൾ ഡോക്ട്രിൻ ഓഫ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് വി ഇൻ ഇന്ത്യ, ദ ഫെഡറൽ സ്ട്രക്ചർ ഓഫ് ഇന്ത്യ follow the doctrine of subordinate legislation by delegating our powers to the executives or subordinates. അതാണ് ഈ ഡോക്ട്രിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ഡോക്ട്രിൻ എന്ന് പറയുന്നത് ഡോക്ട്രിൻ ഓഫ്
കളറബിൾ ലെജിസ്ലേഷനാണ്. ഓക്കെ, സോ വെൻ ലെജിസ്ലേച്ചർ ഹാസ് നോ പവർ ടു ലെജിസ്ലേറ്റ് വിത്ത് റെസ്പെക്ട് ടു എ മാറ്റർ, court will not permit such legislation to transgress its own power or to encroach upon those of the other legislature by resorting to any device or colorable legislation. That is, if a legislature lacks the jurisdiction to enact laws on a specific subject directly, it cannot make laws on it indirectly. So ഇത് പറയുന്നത് ഈ കളറബിൾ ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ അധികാരപരിധി ഇല്ലാത്തൊരു സ്ഥലത്തിന് അല്ലെങ്കിൽ അധികാരപരിധി ഇല്ലാത്തൊരു മാറ്ററിൻ്റെ പുറത്ത് അധികാരം എടുക്കുമ്പോൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഡോക്ടറിനാണ്. ഓക്കെ, നമുക്ക് ഒരു വിധത്തിലുള്ള പവറും ഇല്ലാത്ത ഒരു കാര്യത്തിൻ്റെ പുറത്ത് നമ്മൾ പവർ കാണിക്കണം അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ലോ ഉണ്ടാക്കുകയാണെങ്കിൽ ഉള്ള സിറ്റുവേഷനാണ് ഇത് പറയുന്നത്. ഓക്കെ, സോ വെൻ ലെജിസ്ലേച്ചർ ഹാസ് നോ പവർ ടു ലെജിസ്ലേറ്റ് വിത്ത് റെസ്പെക്ട് ടു എ മാറ്റർ. സോ ഒരു കാര്യം, ഒരു മാറ്റർ അത് ലെജിസ്ലേറ്റ് ചെയ്യാനുള്ള പവർ ആ പെർട്ടിക്കുലർ ലെജിസ്ലേച്ചറിനില്ല. നമുക്ക് എക്സാമ്പിൾ സ്റ്റേറ്റ് ഗവൺമെൻറ് എടുക്കാം. സോ ഒരു പെർട്ടിക്കുലർ മാറ്റർ, സോ ആ മാറ്ററിൻ്റെ പുറത്ത് ലോ ഉണ്ടാക്കാനോ കാര്യങ്ങൾ തീരുമാനിക്കാനോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് യാതൊരുവിധ പവറില്ല. ഓക്കെ, ദ കോർട്ട് വിൽ നോട്ട് പെർമിറ്റ് സച്ച് ലെജിസ്ലേഷൻ to transgress its own power or to encroach upon those of the other legislature by resorting to any device or colorable legislation. So കോടതി എന്ത് ചെയ്യില്ല എന്നാണ് പറയുന്നത്? കോർട്ട് വിൽ നോട്ട് പെർമിറ്റ് സച്ച് ലെജിസ്ലേഷൻ, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഈ പറയുന്ന രീതിയിൽ ടു ട്രാൻസ്ഗ്രസ് ഇറ്റ്സ് ഓൺ പവർ, അതിൻ്റെ അധികാരം ഓവറായിട്ട് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ടു എൻക്രോച്ച് അപ്പോൺ ദോസ് ഓഫ് ദി അതർ ലെജിസ്ലേച്ചർ, അതായത് യൂണിയൻ്റെ പവറിലുള്ള ഒരു മാറ്ററിൻ്റെ പുറത്തിട്ടാണ് ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ലോ ഇറക്കിയത് അല്ലെങ്കിൽ അവരുടെ പവർ ഉപയോഗിച്ചത്. സോ അവരുടെ അധികാരപരിധിക്ക് പുറത്ത് അവരുടെ പവർ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു ലെജിസ്ലേച്ചറിൻ്റെ, അതായത് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ പവർ എൻക്രോച്ച് ചെയ്യാനോ പിടിച്ചെടുക്കാനോ ആര് സമ്മതിക്കില്ല? സുപ്രീം കോർട്ട് സമ്മതിക്കില്ല. ഓക്കെ, എങ്ങനെ? ബൈ റിസോർട്ടിങ് ടു എനി ഡിവൈസ് ഓർ കളറബിൾ ലെജിസ്ലേഷൻ. നേരെ എടുക്കാണ്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ഇത് നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു സാധനം ടാക്സ് ചെയ്യാമെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ടാക്സ് ചെയ്യാം എന്ന് തീരുമാനമാക്കുമെന്ന് വിചാരിച്ചു. സോ ആ പെർട്ടിക്കുലർ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് അതിപ്പോൾ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ പരിധിക്ക് കീഴിലുള്ള ഒരു പ്രൊഡക്റ്റാണെന്ന് വിചാരിക്കാം. അപ്പം ആ എക്സാമ്പിൾ ഇപ്പോൾ വിചാരിക്കാം, നമുക്ക് പറയാം ബാംബു. ഓക്കെ, ബാംബു എന്നുള്ള സാധനം കൊണ്ട് പുതിയ എന്തൊക്കെയോ ഒരു സംഭവം ചെയ്യാം എന്നൊക്കെ പുതിയ ടെക്നോളജി ഒക്കെ കണ്ടുപിടിച്ചു. സോ ബാംബു എന്ന പ്രൊഡ്യൂസ് വിൽക്കുമ്പോഴുള്ള ടാക്സേഷൻ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് വരുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ബാംബു എന്ന പ്രൊഡ്യൂസ് അല്ല, ബാംബു കൊണ്ട് ഉണ്ടാക്കുന്ന ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ടാക്സ് ചെയ്യാനായിട്ടുള്ള പവർ യൂണിയൻ ഗവൺമെൻറ്റിനാണ്. സോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റത്തില്ല. ബാംബു കൊണ്ട് ഉണ്ടാക്കുന്ന ആ പെർട്ടിക്കുലർ ന്യൂ ടെക്നോളജി ടാക്സ് ചെയ്യാനായിട്ടുള്ള പവർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇല്ല. ഓക്കെ, ദാറ്റ് ഈസ് ദ ലെജിസ്ലേഷൻ ഓഫ് യൂണിയൻ. പക്ഷെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യാണ്? ആക്ട് ഇറക്കുകയാണ്. അതായത് ബാംബു ടാക്സ് ചെയ്യുന്നതായിട്ട് ആക്ട് ഇറക്കാമെന്ന് വിചാരിച്ചു. സോ നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ എന്താ, ബാംബുവിന് ടാക്സ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇല്ല എന്ന് പറയുന്നില്ല. ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന ടാക്സ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നുള്ളൂ. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ടാക്സ്, പ്രൊഡക്റ്റിൻ്റെ ടാക്സ് എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി? ബാംബു വാങ്ങിക്കുമ്പോൾ തുടങ്ങിയുള്ള പൈസ അതിനുള്ളിൽ പെടുമല്ലോ. സോ ബാംബുവിൻ്റെ ടാക്സ് ആർക്കാണ് ശരിക്കും പോകേണ്ടത്? യൂണിയൻ ഗവൺമെൻറ്റിനാണ് പോകേണ്ടത്. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്തു? ബാംബു എന്ന് പറയുന്നത് ആ റോ മെറ്റീരിയലിന് ടാക്സ് ഇറക്കിയെന്ന് വിചാരിക്കാം. സോ അത് ഇൻഡയറക്റ്റ്ലി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിക്ക് കീഴിൽ വരുന്ന ഒരു കാര്യത്തിന് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻഡയറക്റ്റായിട്ട് അങ്ങോട്ട് ലോ ഭരിക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് ടാക്സ് ചെയ്യാൻ ശ്രമിക്കണം. സോ ഇതാണ് അവർ ഉദ്ദേശിച്ചത്. ഇങ്ങനെ ലൈക്ക് മറന്നു നിന്ന് കളിക്കുക എന്ന് പറയില്ലേ, അതാണ് കളറബിൾ ലെജിസ്ലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ എന്തെങ്കിലും വേറെ ഏതെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗം ഉപയോഗിച്ചിട്ട് മറ്റൊരു ലെജിസ്ലേച്ചറിൻ്റെ പവർ വേറൊരു ലെജിസ്ലേച്ചറിന് അധികാരപരിധി ഇല്ലാത്തടത്തോളം ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് ഡോക്ട്രിൻ ഓഫ് കളറബിൾ ലെജിസ്ലേഷൻ. സോ ടോട്ടൽ നമ്മൾ പറയുകയാണെങ്കിൽ, ഇഫ് എ ലെജിസ്ലേച്ചർ ലാക്സ് ദ ജൂറിസ്ഡിക്ഷൻ ടു ഇനാക്ട് ലോ ഓൺ എ സ്പെസിഫിക് സബ്ജക്റ്റ് ഡയറക്ട്ലി, ഒരു പെർട്ടിക്കുലർ ലെജിസ്ലേച്ചറിന് ഒരു കാര്യത്തിന് പുറത്ത് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിൻ്റെ പുറത്ത് ഡയറക്റ്റായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ അല്ലെങ്കിൽ ജൂറിസ്ഡിക്ഷൻ ഇല്ല എങ്കിൽ ഇറ്റ് കനോട്ട് മേക്ക് ലോസ് ഓൺ ഇറ്റ് ഇൻഡയറക്ട്ലി. ഇൻഡയറക്റ്റായിട്ടും അതിൻ്റെ പുറത്ത് ലോ ഉണ്ടാക്കാൻ പറ്റില്ല. ഡയറക്റ്റായിട്ട് അധികാരം ഇല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ടും അധികാരം ഉപയോഗിക്കാൻ പറ്റത്തില്ല. സോ ദാറ്റ് ഈസ് ഡോക്ട്രിൻ ഓഫ് കളറബിൾ legislation. Okay, now
The next is doctrine of harmonious interpretation. Okay. In case of a seeming conflict between entries in the union and state list, the competing entries should be interpreted liberally and read harmoniously and together without giving a narrow or restricted sense to either of them. Attempt must be made to interpret the language of one by the other and to reconcile the conflicting entries. Okay. സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പം നമ്മൾ പറഞ്ഞ മാതിരി ബാംബു വെച്ചിട്ടുള്ളൊരു പ്രൊഡക്റ്റ്, ബാംബുവിൻ്റെ ടാക്സേഷൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ബാംബു കൊണ്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ടാക്സേഷൻ സെൻട്രൽ ഗവൺമെൻറ്റിനാണെന്ന് വിചാരിക്കാം. ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് ടാക്സ് ചെയ്യുന്ന ബാംബു ആണ് സെൻട്രൽ ഗവൺമെൻറ് ടാക്സ് ചെയ്യുന്ന ബാംബു വെച്ച് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിൽ പോയിരിക്കുന്നത്. സോ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് കാണുകയാണ്. സോ അങ്ങനത്തെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ, ഇൻ കേസ് ഓഫ് സീമിങ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ എൻട്രീസ് ഇൻ ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ലിസ്റ്റ്, ഓക്കെ, രണ്ട് ലിസ്റ്റിലെ എൻട്രീസ് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് കാണുവാണെങ്കിൽ ദ കോമ്പീറ്റിംഗ് എൻട്രീസ് ഷുഡ് ബി ഇൻ്റർപ്രറ്റഡ് ലിബറലി. ഈ പറയുന്ന രണ്ട് എൻട്രി നമ്മൾ ലിബറലായിട്ട് ഒരു നോർമൽ ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് യൂണിയൻ്റെ സൈഡിൽ നിന്ന് നോക്കാണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ എടുത്ത് നോക്കാണ്ട് ലിബറലായിട്ട് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യണം. ഒരു സാധാരണ നോക്കി കാണുന്ന രീതിയിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യണം. ആൻഡ് റീഡ് ഹാർമോണിയസ്ലി. ഓക്കെ, അതിനെക്കുറിച്ച് ഹാർമോണിയസ്ലി രണ്ടുപേരുടെ സൈഡ് പിടിക്കേണ്ട ഹാർമോണിയസ് ആയിട്ട് കോപ്പറേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, അത് വായിച്ച് മനസ്സിലാക്കണം. ആൻഡ് ടുഗദർ വിത്തൗട്ട് ഗിവിങ് എ നാരോ ഓർ റെസ്ട്രിക്റ്റഡ് സെൻസ് ടു ഏതർ ഓഫ് ദം. രണ്ട് സൈഡിലേക്കും ഒരു ചായ്വ് കാണിക്കാണ്ട് പ്രോപ്പറായിട്ട് ഹാർമോണിയസ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ലിബറലായിട്ട് നിന്ന് അത് ഇൻ്റർപ്രറ്റ് ചെയ്യണം എന്നാണ് ഈ പറയുന്ന ഡോക്ട്രിൻ ഓഫ് ഹാർമോണിയസ് ഇൻ്റർപ്രിട്ടേഷനിൽ പറയുന്നത്. ഓക്കെ, അറ്റംപ്റ്റ് മസ്റ്റ് ബി മെയ്ഡ് ടു ഇൻ്റർപ്രറ്റ് ദ ലാംഗ്വേജ് ഓഫ് വൺ ബൈ ദ അതർ ആൻഡ് ടു റിക്കൺസൈൽ ദ കോൺഫ്ലിക്റ്റിംഗ് എൻട്രീസ്. ഓരോ കാര്യം കൃത്യമായിട്ട് വായിച്ച് അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, ഈ പറയുന്ന എൻട്രീസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് സോൾവ് ചെയ്യാൻ ശ്രമിക്കണം എന്നാണ് ഡോക്ട്രിൻ ഓഫ് ഹാർമോണിയസ് ഇൻ്റർപ്രിട്ടേഷൻ പറയുന്നത്. ഓക്കെ, സോ ലിസ്റ്റിൽ ഉള്ള എൻട്രീസ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോഴുള്ള യൂസ് ചെയ്യുന്ന ഡോക്ട്രിനാണ് ഇപ്പോൾ പറയുന്ന ഡോക്ട്രിൻ ഓഫ് ഹാർമോണിയസ് ഇൻ്റർപ്രിട്ടേഷൻ. ഓക്കെ, and the next one is doctrine of pith and substance. Okay, so pith means the true nature or essence of something and substance means the most important part. Okay, pith എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സത്ത എന്താ, ലൈക്ക് ഓൾ ഇൻ ഒരു ക്രക്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ പിത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സബ്സ്റ്റൻസ് പറയുന്നത് അതിലെ പ്രധാനപ്പെട്ട ഭാഗം ഏതാണെന്നാണ്. ഓക്കെ, സോ വെൻ ദർ ഇസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ടു എൻട്രീസ് ഇൻ ദ ലെജിസ്ലേറ്റീവ് ലിസ്റ്റ് ആൻഡ് എ സബ്ജക്റ്റ് ഇൻ വൺ ലിസ്റ്റ് ഓഫ് ദ 7th schedule touches also on a subject in another list and it looks as if one legislature is encroaching on the legislative field of the other, the doctrine of pith and substance is evoked for the purpose of determining the true nature and character of the legislation in question. Okay, സോ നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ, അതായത് ഇൻ്റർപ്രിട്ടേഷൻ്റെ കാര്യത്തിൽ പറഞ്ഞത്, രണ്ട് ലെജിസ്ലേച്ചറിൻ്റെ ലിസ്റ്റിൽ ഏതെങ്കിലും ഒരു രണ്ട് എൻട്രി തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു. ഓക്കെ, സോ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിസ്റ്റിലെ എൻട്രിയും മറ്റൊരു ലിസ്റ്റിലെ എൻട്രിയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ബാംബു എന്ന് പറയുന്ന ഐറ്റത്തിൻ്റെ പുറത്ത് ടാക്സ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ലെജിസ്ലേറ്റീവ് അതോറിറ്റീനെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ബാംബു പ്രൊഡക്റ്റ് ടാക്സ് ചെയ്യാനായിട്ടുള്ള ലെജിസ്ലേറ്റീവ് അതോറിറ്റി എൻക്രോച്ച് ചെയ്യുന്നത്, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആ ഒരു അവകാശത്തിന് കടന്നു കയറുന്ന രീതിയിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ടാക്സേഷൻ വരുന്നതായിട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡോക്ട്രിൻ ഓഫ് പിത്ത് ആൻഡ് സബ്സ്റ്റൻസ് ഇവോക്ക് ചെയ്യും, അതായത് അത് എടുക്കും. ഫോർ ദ പർപ്പസ് ഓഫ് ഡിറ്റർമൈനിങ് ദ ട്രൂ നേച്ചർ ആൻഡ് ക്യാരക്ടർ ഓഫ് ലെജിസ്ലേഷൻ ഇൻ ക്വസ്റ്റ്യൻ. സോ ഇവിടുത്തെ പ്രശ്നം എന്താണ്, ശരിക്കും എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡോക്ട്രിൻ ഓഫ് പിത്ത് ആൻഡ് സബ്സ്റ്റൻസ് നമ്മൾ എടുക്കും. ഓക്കെ, സോ പിത്ത് ആൻഡ് സബ്സ്റ്റൻസ് എടുത്തു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ദ കോർട്ട് അപ്ലൈയിങ് ദിസ് ഡോക്ട്രിൻ വിൽ എക്സാമിൻ ദ ഇനാക്ട്മെൻറ്റ് ആസ് എ ഹോൾ. അതായത് ആ പറയുന്ന ലോ, ഈ ബാംബുവിനെ ടാക്സ് ചെയ്യാനായിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ലോയും ബാംബു പ്രൊഡക്റ്റിനെ ടാക്സ് ചെയ്യാനായിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ലോയും, രണ്ട് ഇനാക്ട്മെൻറ്റ്സിനെയും ലോസിനെയും എന്ത് ചെയ്യും, മൊത്തത്തിൽ എക്സാമിൻ ചെയ്യും. ഓക്കെ, ഇറ്റ്സ് മെയിൻ ഒബ്ജക്ട്സ്, സ്കോപ്പ്, ഇഫക്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൊവിഷൻസ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ടാക്സ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണ്, അത് എത്രത്തോളം സ്കോപ്പ് എന്തോരമാണുള്ളത്, അതിൻ്റെ എഫക്റ്റ് എന്തോരമാണുള്ളത്, അതിൻ്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണ്, ഇങ്ങനെ ഈച്ച് ആൻഡ് എവറിത്തിങ് അതിൻ്റെ പിത്ത് ഫുള്ളും നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. ഓക്കെ, ഇഫ് ഇൻ പിത്ത് ആൻഡ് സബ്സ്റ്റൻസ് ദ ലെജിസ്ലേഷൻ ഫോൾസ് വിത്തിൻ വൺ ലിസ്റ്റ് then the encroachment upon the another list is considered incidental and the legislation would not be considered invalid. Okay,
സോ നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവാണ് പിത്ത് ആൻഡ് സബ്സ്റ്റൻസ് പഠിച്ചു കഴിയുമ്പോൾ ദ ലെജിസ്ലേഷൻ ഫോൾസ് വിത്തിൻ വൺ ലിസ്റ്റ്. ഓക്കെ, ഇതിൽ യൂണിയൻ്റെ അടുത്തോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ അടുത്തോ ഇതിൽ ഏതെങ്കിലും ഒരു ലിസ്റ്റിലാണ് ഇത് പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ, ഓക്കെ, അങ്ങനെ മനസ്സിലാവുകയാണെങ്കിൽ then the encroachment upon another list is considered incidental. അങ്ങനെയാണെങ്കിൽ മറ്റേ ലിസ്റ്റിൽ അത് വന്നത് ഇൻസിഡൻറ്റലാണ്, അതായത് അറിയാണ്ട് വന്നതാണെന്ന് നമ്മൾ കാണുകയും and the legislation would not be considered invalid. അറിയാണ്ട് വന്നതാണെങ്കിൽ അത് ഇൻവാലിഡ് ആവത്തില്ല. ഓക്കെ, അറിഞ്ഞുകൊണ്ട് ഒബ്വിയസ്ലി ആരും ഇടത്തില്ല, സോ അത് ഇൻവാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യത്തില്ല, പക്ഷേ അത് ഇൻസിഡൻറ്റലായിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അതായത് അങ്ങനെ വരുന്നതായിട്ട് കൺസിഡർ ചെയ്യും. ഇൻസിഡൻറ്റൽ എന്ന് വെച്ചാൽ അറിയാലോ, പറ്റി പോകുന്നതായിട്ടൊക്കെ. സോ അവിടെയും അറിയാണ്ട് അങ്ങനെ പോകുന്നതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും, അതൊരിക്കലും ഇൻവാലിഡ് ആവുകയില്ല. ഓക്കെ, സോ ദ ലാസ്റ്റ് ഡോക്ട്രിൻ ഇസ് ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റി. ഓക്കെ, so the doctrine of severability means that when some particular provision of a statute offends or is against a constitutional limitation, but that provision is severable from the rest of the statute, only that offending provision will be declared void by the court and not the entire statute. Okay, സോ ഇതിലെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിച്ച് മാറ്റുക. ഓക്കെ, സോ ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റി എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സ്റ്റാറ്റ്യൂട്ട്, ഒരു ലോ. ഓക്കെ, സോ ആ ലോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ഏതെങ്കിലും പ്രൊവിഷന് എതിരായിട്ട് വരികയെന്ന് വിചാരിച്ചോ. ഓക്കെ, സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യൂഷന് എതിരായിട്ട് വരുന്ന പ്രൊവിഷൻ മാത്രമേ നമ്മൾ നീക്കം ചെയ്യത്തുള്ളൂ, അല്ലാണ്ട് ആക്ട് മൊത്തത്തിലെ നീക്കം ചെയ്യത്തില്ല എന്നുള്ളതാണ് ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റി. ഓക്കെ, നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു നിയമം ഇറക്കിയെന്ന് വിചാരിച്ചോ, അതായത് ബാംബു കൾട്ടിവേഷൻ നല്ല വാട്ടർ ഉള്ള സ്ഥലത്ത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, ആൻഡ് കിണർ സ്വന്തമായിട്ടുള്ള, അതായത് വെള്ളം നനയ്ക്കാനായിട്ടുള്ള കിണർ സ്വന്തം പേരിലുള്ള ആൾക്കാർക്ക് മാത്രമേ ബാംബു കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഈ ഒരു പ്രൊവിഷനിൽ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് പറയണത്. അതായത് ബാംബു ഒന്ന് വെള്ളമുള്ള സ്ഥലത്തെ, നല്ലോണം വെള്ളം അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്തെ കൃഷി ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തത് കിണർ, ആ വെള്ളം എടുക്കുന്ന കിണർ സ്വന്തം പേരിലാണെങ്കിൽ മാത്രമേ ആൾക്ക് കൃഷി ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഈ ഒരു ലോയിൽ ഒന്നാമത്തെ പ്രൊവിഷൻസ് ഓക്കെ, കാരണം ബാംബു നനയ്ക്കാനായിട്ട് നല്ലോണം വെള്ളം വേണം. സോ ആ പറയുന്ന വെള്ളമുള്ള സ്ഥലത്തെ കൃഷി ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ന്യായമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ രണ്ടാമത്തെ പ്രൊവിഷൻ നോക്കുമ്പോൾ കിണർ സ്വന്തം പേരിൽ വേണം. കിണർ ഇപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ പേരിലായ എന്താ വെള്ളം പോവില്ലേ വേരിലേക്ക്. സോ ദാറ്റ് ഈസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. ഓക്കെ, സോ ഇങ്ങനൊരു ലോ വരികയാണെങ്കിൽ ഈ ലോ മൊത്തത്തിലേ നമ്മൾ എടുത്ത് കളയത്തില്ല, അല്ലെങ്കിൽ മൊത്തത്തിലേ ക്യാൻസൽ ചെയ്യത്തില്ല. ഫസ്റ്റ് പാർട്ട് അവിടെ വെച്ചിട്ട് സെക്കൻഡ് പാർട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യും, സെവർ ചെയ്തെടുക്കും, മുറിച്ച് മാറ്റും. സോ കിണർ സ്വന്തം പേരിലാകണം എന്നുള്ള സാധനം മാത്രം നമ്മൾ സ്ട്രൈക്ക് ഡൗൺ ചെയ്യും. ഓക്കെ, അതാണ് ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റി. ഓക്കെ, സോ വെൻ എ സ്റ്റേറ്റ് ആക്ട് ഈസ് റിപ്പഗ്നൻറ്റ് ടു എ യൂണിയൻ ലോ, സ്റ്റേറ്റ് ഉണ്ടാക്കുന്ന ഒരു ലോ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ലോ ആയിട്ട് എതിരാണെങ്കിൽ, റിപ്പഗ്നൻ്റ് ആണെങ്കിൽ, ദ എൻറ്റയർ ആക്ട് ഡസ് നോട്ട് ബിക്കം നൾ ഓർ വോയിഡ്, മൊത്തം ആക്റ്റും നൾ വോയിഡ് ആവത്തില്ല. ബട്ട് സബ്ജക്ട് ടു ദ ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റി only that part becomes invalid which is repugnant. ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റി അനുസരിച്ച് റിപ്പഗ്നൻ്റ് ആയിട്ടുള്ള ഭാഗം മാത്രം, അല്ലെങ്കിൽ യൂണിയൻ ലോയ്ക്ക് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന പാർട്ട് മാത്രമേ ഇൻവാലിഡ് ആവത്തുള്ളൂ. സോ ദാറ്റ് ഈസ് ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റി. സോ നമുക്ക് ലെജിസ്ലേഷൻ റിലേഷൻ അറിയുമ്പോൾ കൂടെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഡോക്ട്രിൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നമ്മൾ ആദ്യം ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റി ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ നേരത്തെ doctrine of pith and substance discuss ചെയ്തു. Then we discussed doctrine of harmonious interpretation and doctrine of colorable legislation, and first നമ്മൾ subordinate legislation പഠിച്ചു. Okay, so these doctrines are very important. അത് പൊളിറ്റിയിലായാലും ഇതിലായാലും നമുക്ക് ആൻസർ റൈറ്റിങ്ങിലൊക്കെ യൂസ് ചെയ്യാം. ആൻഡ് നമ്മളിപ്പോൾ പഠിക്കുന്ന ഈ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെയും യൂസ് എന്താണെന്ന് നമ്മൾ ഫുൾ സെൻട്രൽ സ്റ്റേറ്റ് ലെജിസ്ലേഷൻ പഠിച്ച് കഴിയുമ്പോഴേ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവത്തുള്ളൂ. സോ നമുക്ക് ഇത് കഴിഞ്ഞിട്ടില്ല, ഇനി നമുക്ക് ഫൈനാൻഷ്യൽ റിലേഷനും പഠിക്കാനുണ്ട്, ആൻഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കമ്മീഷൻസും പഠിക്കാനുണ്ട്. ഓക്കെ, സോ ഓൾ ടുഗദർ എല്ലാം കഴിയുമ്പോൾ എങ്ങനെയാണ് ഈ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ്റെ പുറത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണേ എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.